ഒരാൾക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളുണ്ട്. എനിക്ക് ചുറ്റും എന്റെ മുന്നിലിരിക്കുന്ന എന്റെ ഓരോ സഹോദരങ്ങളുടെ ചുറ്റും ഒരുപാട് ബന്ധങ്ങളുണ്ട്. പ്രധാനമായും 3 ബന്ധം നമ്മൾ എടുത്തു പറയാറുണ്ട്. ഒരുപാട് ബന്ധങ്ങളുണ്ട്, പ്രധാനമായും 3 നമ്മൾ എടുത്തു പറയാറുണ്ട്. പരിശുദ്ധ ഇസ്ലാം ആ 3 ബന്ധങ്ങളും എടുത്തു പറയുകയും ഏറെ ഭൗതികയും ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ അനുയായികളെ പഠിപ്പിക്കുന്നു എന്നല്ല ലോകത്തെ പഠിപ്പിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് രക്തബന്ധം. ഞാനും എന്റെ പിതാവും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. ഞാനും എന്റെ മാതാവും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ വിഷയമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാനും എന്റെ പിതാവും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. നമ്മളും നമ്മുടെ മാതാവും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. അമ്മാവും നമ്മളും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. പിതാവിന്റെ ജ്യേഷ്ഠാനുജന്മാർ നമ്മളും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. പിതാവിന്റെ സഹോദരിമാരും നമ്മളും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. രക്തബന്ധം ഒരുപാടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഏറെ ഗൗനിക്കാൻ പറഞ്ഞ ഒരു ബന്ധമാണ് രക്തബന്ധം. രണ്ടാമത് മറ്റൊരു ബന്ധമാണ് രക്തബന്ധം. വൈവാഹിക ബന്ധത്തിലൂടെ കടന്നു വരുന്നൊരു ബന്ധമാണിത്. എന്റെ ഭാര്യയുടെ മാതാവും ഞാനും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടായ അഭേദ്യമായ ബന്ധമാണ്. ഞാൻ എന്റെ ഭാര്യയെ കൂടെ അവസരം പ്രതിസാദിക്കട്ടെ. എങ്കിൽ പോലും ഞാൻ എന്റെ ഭാര്യയിൽ തമ്മിലുള്ള ബന്ധം നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ ഈ സ്ഥാപിതമായ ബന്ധം മരണം വരെയും മരണശേഷവും നിശ്ചയിക്കപ്പെടുകയില്ല. അപ്പോഴും ഞാൻ എന്റെ ഭാര്യയുടെ മാതാവ് തമ്മിൽ ഞാൻ എന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതോടുകൂടെ ഉണ്ടായ ബന്ധം, ഞാൻ എന്റെ ഭാര്യയെ മാറ്റിവെക്കുമ്പോഴും ഒഴിവാക്കുമ്പോഴും ആ ബന്ധം അതുപോലെ നിലനിൽക്കുകയാണ്. ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കുകയും എന്റെ ഭാര്യ പിതാവും ഞാനും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. ഭാര്യയുടെ സഹോദരങ്ങളും ഞാനും തമ്മിൽ ഈ വാക്കിന്റെ ആലോചിക്കാൻ സമയമില്ല. അതുമായി ബന്ധപ്പെട്ടതെല്ലാം രക്തബന്ധത്തിലൂടെ ഉണ്ടായ ബന്ധമാണ്. രക്തബന്ധം എന്ന് ഞാൻ പറഞ്ഞത് പഴയ പറയുന്ന ആ വാക്കുകളൊക്കെ അങ്ങനെ തന്നെ പറയും. രക്തബന്ധം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കുറ്റം എന്നെനിക്ക് തോന്നി. വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതിന് രണ്ടാമത്തെ മുലകുടിയിലൂടെ ഉണ്ടാകുന്ന ബന്ധമാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ ലോകത്ത് വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ റസൂലുള്ളാഹിനെ 10 മാസം ഗർഭത്തിൽ ചുമന്ന ഉമ്മയായ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുലക്കാൽ കൊടുത്ത ഉമ്മയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ കൊടുത്തത് ഒരു സ്ത്രീ മറ്റൊരു കുട്ടിക്ക് മുല കൊടുക്കുന്നതിലൂടെ സ്ഥാപിതമാകുന്ന അതിന്റെ ചുറ്റുമുണ്ടാകുന്ന ബന്ധമാണ് മുലകുടി ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നത്. ആ ബന്ധത്തെല്ലാം പവിത്രമായി കാണണമെന്നും ആ ബന്ധങ്ങളെല്ലാം അറ്റുകൂടാതെ നിലനിർത്തുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച ബന്ധമാണ് ഉദ്ദേശിക്കുക. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ എന്റെ സമൂഹത്തോട് പറഞ്ഞത് തൗഹീദ് പറഞ്ഞു, അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. പിന്നെ ഈ ഹബീബ് സമൂഹത്തോട് പറഞ്ഞത് ബന്ധങ്ങൾ നിങ്ങൾ നിലനിർത്തണമെന്നാണ്. അതുകൊണ്ടാണല്ലോ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബ്ശായിലേക്ക് പാരായണം ചെയ്തു പോയ സ്വഹാബികളെ മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുണ്ട്. ഇനി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയില്ല മക്കക്കാർ. നജാശി രാജാവിന്റെ മുമ്പിൽ പോയി യാത്രയെല്ലാം പറഞ്ഞു തുടങ്ങി. മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനും ക്രൂരമായ കാര്യം ജീവിക്കാനും ശ്രമിച്ചപ്പോഴാണല്ലോ മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവ് സത്യമറിയാനായി വിളിച്ച സംഘത്തെ നേതൃത്വത്തിലുള്ള മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് എന്നീ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒടുക്കൊന്നും ചേർക്കാൻ ഈ പ്രവാചകങ്ങളോട് കൽപ്പിച്ചു വന്ന
വാപ്പയുമായുള്ള ബന്ധം മുറിക്കാറില്ല, കുടുംബങ്ങളിൽ ഇല്ലമുണ്ടാക്കാറില്ല, ബന്ധം ചെലുത്താനാണ് ഈ പ്രവാചകനങ്ങൾ പഠിപ്പിച്ചതെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കൃത്യതയും വ്യക്തിത്തിന്റെ തുടക്കവും അതിന്റെ പരിണാമവും കൃത്യമായി പഠിപ്പിച്ച നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റിനെ കൂടുതൽ എല്ലാം പഠിപ്പിച്ച മുന്നിൽ പറഞ്ഞല്ലോ. സർട്ടിഫെല്ലാം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ ഒരു സർട്ടിഫിക്കറ്റിനെ ചെല്ലുകയാണ്. സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു സൃഷ്ടിപ്പ് പൂർത്തീകരിച്ച എന്ന് പറയുന്നത് പള്ളിയുടെ പ്രത്യേകതയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികർമ്മം അല്ലാഹു പൂർത്തീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലൊരു ശക്തി മാത്രം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലാഹുവിനോട് ഇത് ബന്ധം കുറിച്ച് കളയുന്നവരോട് ബന്ധം കുറിച്ച് കളയുന്നതിൽ എന്ന് നിന്നോട് കാമൽ ചോദിക്കാനുള്ള സമയമാണല്ലോ വെറുതെ എല്ലാത്തിലും എഴുന്നേറ്റെന്ന് പറയുന്നു. അള്ളാഹുവിനെ തിരിച്ചു നോക്കുമ്പോൾ കുടുംബബന്ധമാണ്. ആ ബന്ധം എഴുന്നേറ്റെന്നുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ പഠിത്തത്തെ ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. അള്ളാഹു പറഞ്ഞു എന്നാ ചോദിച്ചോളൂ. അള്ളാഹുവേ ഞാനുമായുള്ള ബന്ധം കുറിച്ച് കളയുന്നവരുമായി നീയും ബന്ധം സ്ഥാപിക്കരുത്, നീയും ബന്ധം കുറിച്ച് പറയാം. ഞാനുമായി ആരാണോ ബന്ധം സ്ഥാപിക്കുന്നത് അവരുമായി നീയും ബന്ധം സ്ഥാപിക്കാറുണ്ട്. ഇതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ നടന്ന ഒരു സത്യബന്ധമായ കൊണ്ട് എനിക്ക് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ കൊണ്ടുവന്ന റബ്ബിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ശരി, എന്റെ അഭ്യർത്ഥന ഞാൻ മാനിച്ചിരിക്കുകയാണ്. നീയുമായി ആരാണോ നല്ല ബന്ധം ചേർക്കുന്നത്, നല്ല ബന്ധത്തിലാകുന്നത് അവരുമായി മാത്രമേ ഞാൻ നല്ല ബന്ധത്തിലാകുകയുള്ളൂ. നീയുമായി ആരെല്ലാം ബന്ധം കൊടുത്തു കളയുന്നുണ്ടോ ദയവായി ഞാൻ ബന്ധമില്ലെന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മദീനത്തിൽ ചെല്ലാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ നബിയോടൊപ്പം അല്ലാഹു നമ്മളെയും സ്വർഗ്ഗത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കട്ടെ. അല്ലാഹു ഈ പ്രവർത്തനത്തിന്റെ കാരണമാക്കി തരണമേ. അല്ലാഹുവിനെ സംബന്ധിച്ചു ബന്ധങ്ങളുടെ പവിത്രതയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതാണ് ബന്ധം. അതുകൊണ്ട് കുട്ടിക്ക് പറഞ്ഞത് മാതാപിതാക്കളുമായ സുദൃഢമായ ബന്ധം നിലനിർത്തി വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം കരസ്ഥമാക്കിയില്ലേ രാജാവായ റബ്ബിന്റെ മുന്നിലേക്ക് അയാൾ റബ്ബുമായുള്ള ബന്ധം അയാൾക്ക് ചെറുക്കാൻ കഴിയില്ല. റബ്ബുമായി എന്ന അകന്നിരിക്കുമെന്ന് ബന്ധം എന്ന് പറഞ്ഞു കാരണം പ്രവാസികൾ ആകെ 2 മാസം 4 മാസമൊക്കെ എഴുതിയിട്ടാണ് ഞാൻ എവിടെ പോവാൻ നമ്മളിവിടെ പറയുന്നത് ഈ ബന്ധങ്ങളെ വളരെ ഈ ബന്ധങ്ങളെല്ലാം പവിത്രമായി പരിഗണിക്കണമെന്ന് പറഞ്ഞ വിശുദ്ധ വളരെ പവിത്രമായ മറ്റൊരു ബന്ധത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ബന്ധം? ശരീരത്തിന്റെ സഹോദരങ്ങൾ വളരെ പവിത്രമായ മറ്റൊരു ബന്ധം. ഏതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ലോകത്തുള്ള എല്ലാ മനുഷ്യരും സഹോദരികളാണ്. വിശുദ്ധ ഖുർആൻ
أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة ഒരു ശരീരത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ തഖ്വയിൽ സൂക്ഷിച്ച് ജീവിക്കണം. ആ ശരീരത്തിന് ആവശ്യമായ ഇണയെ അല്ലാഹു സൃഷ്ടിച്ചു. ആരാണ് ശരീരം? ആദം അലൈഹിസ്സലാം. അതിന്റെ ഇണയെന്ന് പറഞ്ഞത് ഹവ്വാ റളിയല്ലാഹു അൻഹാ. കേട്ടോളൂ. ലോകത്ത് അവർ രണ്ടുപേർക്കൂടെയും ധാരാളം സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു വ്യാപിപ്പിച്ചു. അവർ രണ്ടുപേരിലൂടെയും അല്ലാഹു വ്യാപിപ്പിച്ചു. ലോകത്ത് ഈ പുരുഷന്മാരെ അല്ലാഹു വ്യാപിപ്പിച്ചു. അവിടെയും അല്ലാഹു പറഞ്ഞത് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഭൂമിലോകത്ത് ആദ്യത്തെ ഒരു പുരുഷനിലും സ്ത്രീയിലുമാണ് ഭൂമിലോകത്ത് മനുഷ്യരുണ്ടായിരിക്കുന്നത്. ജനങ്ങളെ നിങ്ങൾ ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم പറഞ്ഞു الناس بنو آدم ജനങ്ങളെല്ലാം ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്. നിങ്ങളെ ഹദീസുകളുടെ വിശേഷതകളില്ലാത്ത ഒന്നുമുണ്ട്. സഹോദരങ്ങളെന്ന് പറയാറുള്ളത് എന്റെ ജ്യേഷ്ഠൻ ഞാൻ ഭൂമിയിൽ പോയി എന്റെ സഹോദരനാണ്. എന്റെ പെങ്ങളുടെ ഭൂമിയിൽ ഞാൻ പറയുന്നതിന്റെ സഹോദരിയാണ്. ഒരു വാപ്പയിൽ നിന്ന് ഉണ്ടാകുന്ന മക്കൾക്ക് നമ്മൾ സഹോദരൻ സഹോദരി എന്ന് പറയാറുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുക. ശരിയായ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മതത്തിന്റെ ഒരു മുഖ്യതയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അല്ലാഹുവിന്റെ കാഴ്ചപ്പാട്, വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്, കാഴ്ചപ്പാടല്ല വിശുദ്ധ ദീനിന്റെ അധ്യാപനം. കാഴ്ചപ്പാട് മാറ്റുണ്ടാവും. അവരുടെ കാഴ്ചപ്പാട് അത്രയും മാറ്റണ്ടാവും. ഇത് അധ്യാപനം സത്യസന്ധമായ വസ്തുതയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. നിങ്ങൾ ഈ പ്രമാണം കേൾക്കാനായി നിങ്ങളുടെ ചാനലിനെ തൊട്ടടുത്തിരിക്കുന്നതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങൾ കണ്ട ആളാകാനില്ല. അതുപോലെ ഈമാനിലെ ആ ബന്ധത്തെ വിസ്തരിക്കാൻ ഏറെ പവിത്രത ലഭിക്കുന്നില്ല. ഈമാൻ അതിനോട് ചേരുമ്പോൾ അതിന് പവിത്രമായ ബന്ധമുണ്ടാകുന്നു. മഹാനായ ഈമാനിലെ ആ ബന്ധത്തിന് പവിത്രതയുണ്ട്. അതുകൊണ്ടാണോ ഒരാളുടെ മകനെതിരാളികളുടെ പുറത്തുപോയി അവസ്ഥ കേൾക്കേണ്ട വിറ്റ് വരുത്താതിരിക്കട്ടെ. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഞാൻ പറയുകയാണ്, ആരുടെ മസാലൊന്നും രക്ഷയില്ലോ. എന്നോട് പറഞ്ഞ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ സമുദായത്തിന്റെ മക്കൾ ഒളിച്ചോടി പോകുമ്പോൾ കൗൺസിലിംഗ് ക്ലാസുകൾ കൊടുക്കുന്നു. കണ്ണൂർ ജില്ലയിൽ സ്ഥലത്ത് ഒരു ദിവസം 3 ദിവസം പെൺകുട്ടിയെ കാണാനില്ല. 4-ാം ദിവസം പെൺകുട്ടി മാനത്തൊന്ന് പറയാം വാപ്പയില്ലാത്ത സമയം. വാപ്പ ജോലിക്ക് പോകുന്ന സമയം പെൺകുട്ടി പറയപ്പ എന്നെ നിങ്ങൾ ആയിട്ടാണ് വിളിക്കാൻ ഞാൻ ലക്ഷ്യമില്ല. ഞാൻ ലഭിക്കാണ് ലക്ഷ്യക്കുട്ടിയായി സമയം ഞാനൊരു വിഷയം പറയണമെന്ന് എനിക്ക് പറഞ്ഞിരുന്ന ഒരാളുടെ മകൻ ഇസ്ലാമോട് പുറത്തുപോയില്ല. ഇസ്ലാം ആ ബന്ധത്തിന് പവിത്രതയെ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അമുസ്ലിമായ ആൾ മുസ്ലിമായ ആൾ അനന്തരപ്പെടുകയാണ്. ഒരൊക്കെ കുട്ടി അമുസ്ലിമായാൽ ആ കുട്ടിക്ക് അനന്തരപ്പെടുത്തി അറിയാൻ വാപ്പാന്റെ ബന്ധവുമായി അകന്നു പോയി എന്നാണ്. അങ്ങനെയാണ്
ഈമാനില്ലാത്ത ബന്ധത്തിന് പവിത്രതയിൽ നിന്നു മഹാനായ അള്ളാഹുവിന്റെ കഠിനമായ വൈദ്യത്തിന്റെ വിധേയമായ പ്രഭാതത്തിലാണ്. അതിലെ ഒരു പരിചാന്ത സ്വന്തം മകൻ വിശ്വാസിയാകില്ല. ലോകനാഥനാണ് ലോകനാഥൻ വെള്ളത്തിൽ ലംഘിക്കിടക്കുകയാണ്. വെള്ളപ്പൊക്കമുണ്ടായുള്ള അവസരങ്ങളെ ബന്ധിപ്പിക്കാൻ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കപ്പലുണ്ടാക്കി മഴ പെയ്തു. വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കത്തിലൂടെ മഹാനായ കപ്പലോട്ടി പോകുമ്പോഴാണ് മകനായ കണ്ണാനെ വെള്ളത്തിൽ കാണുന്നത്. കണ്ണാനോട് പറഞ്ഞു, കണ്ണാനെ മോനെ ഈ കപ്പലിലേക്ക് മോനെ ഈ കപ്പലിലേക്ക് കയറുമോനെ, ഇന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ കപ്പലിലാണ് കപ്പൽ കഴിയുകയാണ് പറഞ്ഞപ്പോഴാണ് കപ്പലെ ആവശ്യമില്ല. ആ ഉയർന്ന കുന്നിലേക്ക് വെള്ളം കഴിക്കുവാനാണ് കുന്നിലേക്ക് നീ പോയി രക്ഷപ്പെടുമ്പോഴാതെ നിങ്ങളുടെ കപ്പലേക്ക് വേണമെന്ന് ഹരീശ്വരൻ വെള്ളത്തിൽ കിടന്ന പിതാവിനോട് പറഞ്ഞതെന്നും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നിൽ ഹരീശ്വരൻ കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് വലിയ തീരുമാനമോ വലിക്കുന്നത് ഈ രംഗം കണ്ടപ്പോൾ രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാണ് വരുന്നത്. സ്വന്തം രക്തത്തിൽ കിടന്ന മകനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ആരോട് പ്രമാണത്തിനോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന്. നിങ്ങൾ നൂഹ് ജയിച്ചിരാന്റെ രക്തത്തിന്റെ അംശമാണ്. നൂഹ് ജയിച്ചിരാന്റെ ഖുർആൻ പറഞ്ഞത് അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. ഈ മാനില്ലാത്തത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സഹോദരങ്ങളെന്നാണ് എന്റെ കാഴ്ചപ്പാട്. പക്ഷേ ആ ബന്ധത്തിന് പവിത്രത ഉണ്ടാകണോ? ഈ മാനവുമായി ചേരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ എല്ലാവരും തമ്മിലുള്ള ബന്ധമില്ലേ? ആ ബന്ധം ഏറ്റവും പവിത്രമാണ്. ഈമാനില്ലാത്ത ബന്ധമാണ്. അത് പവിത്രമായ വിശുദ്ധമായ ഈമാനില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ലഭിക്കുന്നു. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്നഹു ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമിർതു അൻ ഉഖാതിലന്നാസ് ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടു അൻ ഉഖാതിലന്നാസ് ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറയുന്നവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ പറഞ്ഞാൽ അവരുടെ സ്വത്തിനും രക്തത്തിനുമുള്ള സംഘടനമായി സ്വത്തിനും രക്തത്തിനുമുള്ള സംഘടനമാണ് എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിന്റെ പവിത്രത ഉണ്ടാകുന്നത് ഇസ്ലാം അതിനോട് ചേർന്നതാണ്. ഇസ്ലാമിലെ ബന്ധത്തിന് പ്രാധാന്യ പ്രത്യേകതയാണ്. എന്നൊരാൾ പറഞ്ഞു അബുദാബി അത് വലിയ ഞാൻ ഒന്നാമത് അവർക്ക് കേൾക്കൊണ്ടാ ചോദിക്കാറ്. അബുദാബി ഇടയ്ക്കൊരു വെല്ലുണ്ട് കേട്ടാൽ ആ വെല്ല് കേട്ടാൽ ജോലിയെ അവരുടെ വിചാരം അവരുടെ ഹിസാബ്
കൂടെ ചേരുമ്പോൾ ഈ ബന്ധം പവിത്രമായി ഉയരുന്ന സഹോദര ബന്ധങ്ങളിലാണ് വിഷയം എന്താണെന്ന് പറയുന്നത്. എന്ന ഈ തൗഹീദുകൾ ഇതിനോട് ചേരുമ്പോൾ ആ ബന്ധം പവിത്രമാണ്. ആ ബന്ധം പവിത്രമാണെന്നല്ല ഏറ്റവും എന്തുമാത്രം പവിത്രമാണ്. ഹബീബിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ ഒന്ന് വരുമ്പോൾ ആ തൗഹീദിലുണ്ടാകുന്ന ബന്ധമുണ്ടല്ലോ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ അർത്ഥത്തിലും വിളക്കിച്ചു വരുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ബന്ധത്തെ പരിചയപ്പെടുത്തിയത് ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളെന്ന പോലെയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, അതാണ് സുഹൃത്തെന്ന് പറയാം. ഞാൻ ഇസ്ലാം നല്ല പറഞ്ഞു ഖുർആൻ ഒന്നും പറയില്ല, അതെന്റെ അഹാമ പറയാം. അതാണ് തൊട്ടടുത്ത് നിൽക്കുന്നവരാണ് നമ്മൾ സാധാരണ പറയാം അതിന്റെ സുഹൃത്താണ്. അതിന്റെ പരിചയങ്ങളെല്ലാം ഈ ബന്ധത്തെ ഉണ്ടാകുന്ന ആദം അലിഹിസ്ലാമിന്റെയും ഹബ്ബാബിന്റെയും മക്കളുടെ ബന്ധത്തെയാണ് പറയാറുള്ളത്. ഒരു വാക്കയിൽ ഉണ്ടെങ്കിൽ ധർമ്മക്കല്ല അത് എന്ന് പറയാം. ഫ്രണ്ട് എന്നാ പറയുമെങ്കിൽ സ്വദീഖ് എന്നാണ് പറയാം. സ്വദീഖ് സുഹൃത്ത് എന്നങ്ങനെയാണ് പറയാറുള്ളത്. ഖുർആൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾ എല്ലാവരും പരസ്പരം സുഹൃത്തുക്കൾ എന്നല്ല. നോക്കൂ, നിങ്ങൾ ഓരോ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെ പോലെയാകണം അവർ തമ്മിലുള്ള ബന്ധം. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഈ എന്ന പദത്തിൽ തമ്മിലുള്ള ബന്ധം പോലെയാണ്. മുസ്ലിം സഹോദരന്മാർക്കും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെയാണ് കൊടുക്കുന്നത്. ഒരു പിതാവിന്റെ മക്കൾ എന്ന രീതിയിലുള്ള ബന്ധമാണ് ഏതോര സഹോദരങ്ങളാണ് പരിശുദ്ധ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണെന്നുള്ള ബന്ധം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹിയുടെ ഇത് ബോധ്യപ്പെടുത്തുന്ന എത്രയോ ആയത്തുകൾ കാണാൻ കഴിയും. മറ്റൊരാളുകളിൽ യതീമായ മക്കളുടെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ശ്രദ്ധിക്കണം. യതീമായ മക്കളുടെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ കാണാൻ കഴിയുമ്പോൾ യതീമകളുടെ സംരക്ഷണം അവരുടെ സ്വത്തിന്റെ കാര്യസംബന്ധമായി പറയുന്ന തരമാണ്. അവിടെയാണോ പറയുകയാണ് അവരുടെ സ്വത്തിൽ അവരുടെ നന്മ വരുന്നതില്ലാതെ വർദ്ധിക്കേണ്ടത്. അവരുടെ സ്വത്തിൽ വഞ്ചന എടുത്ത് ഊർജിവത്തെ എടുത്ത് അനാവശ്യമായി ചെലവഴിക്കരുത്. കാര്യങ്ങളൊക്കെ പരസ്പരം ഒഴിവാക്കുന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. പറയാം, അവരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ അപഹരിക്കാൻ പാടില്ല. അവരെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും നിങ്ങൾ ചേർക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ തന്നെ സഹോദരങ്ങളെയോ നിങ്ങളുടെ അച്ഛനല്ലേ, നിങ്ങളുടെ നേട്ടമല്ലേ, നിങ്ങളുടെ അച്ഛനല്ലേ യതീമായ കുഞ്ഞുമോൻ. അവരെ നിങ്ങളുടെ ഭക്ഷണത്തോടൊപ്പം ചേർത്താണ് നിങ്ങളുടെ കഴിയുന്നതല്ലേ. നിങ്ങളുടെ നിങ്ങളുടെ കൊച്ചതിനോട് തന്നെയായിരുന്നു വ്യത്യാസം. നിങ്ങളുടെ യോനയും ജനിച്ച പിതാവും മാതാവും വ്യത്യാസം തന്നെയാണ്. നിങ്ങളുടെ ആദ്യ പിതാവും മാതാവും എല്ലാം ഒന്നു തന്നെയാണ്. നിങ്ങളുടെ സന്തതിയാണെങ്കിലോ എല്ലാ ൗദ്യോടുകൂടെ പവിത്രവുമായി എന്ന് മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ എങ്ങനെ കാണണം? മുസ്ലിം ഉമ്മത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ കാണണം?
എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, മുസ്ലിം ലോകത്തിലുള്ള ബന്ധം എങ്ങനെയാകണം? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക ലോകങ്ങളിൽ നിരന്തരമായ യുദ്ധങ്ങളിൽ, നിരന്തരമായ സംഘടനകളിൽ, നിരന്തരമായ പുറത്തിരകളിൽ ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആനിൽ വചനത്തിലേക്കുള്ള ഘടന കൊണ്ടുപോകുന്നത്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞാൽ നൂറ്റാണ്ടും പോലും ഈ ബന്ധം ഇങ്ങനെ ഉദ്രമാകാൻ പഠിപ്പിച്ചു. നല്ല അധികമായ ആമുഖമായി ഓടിയത് മഹാനായ ഉദ്ദേശിക്കപ്പെടുന്ന ഹരിയാണ്. ഒന്നിൽ പറയാൻ ഉദാഹരണം ഈ ശരീരം പോലെ നമ്മളുടെ ബന്ധങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അയൽവാസിയും അയൽവാസിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ജ്യേഷ്ഠാതിന്മാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ബന്ധത്തിന്റെ ധാരണ, അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ സ്നേഹബന്ധത്തിന്റെ ഏത് രീതിയാണ് ഹരിതപ്പെടുത്തിപ്പോയ മുസ്ലിങ്ങൾക്കും പരസ്പരം അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം ശരീരത്തെ പോലെയാണ്. ഇതൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ആയിരത്തിനല്ല കേടുപാട് സംഭവിക്കാനുള്ള രോഗങ്ങളും അവന്റെ രോഗങ്ങളും ബാധിക്കാൻ, വല്ല അപകടങ്ങളും ബാധിക്കാനുള്ള രോഗം ബാധിക്കാൻ ശരീരം മുഴുവനാണ് വേദനയിൽ പങ്കെടുക്കുന്ന പോലെ അടിവായ മറ്റൊരു ഹദീസിലൂടെ ഇങ്ങനെയാണ് ആ സ്നേഹബന്ധത്തിന്റെ ആനന്ദം പഠിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ സ്നേഹബന്ധം മുസ്ലിമായ സഹോദരനോട് നമുക്ക് ജീവിതത്തിൽ തോന്നിയില്ലേ? നമ്മുടെ ഈ മഹാപൂർണ്ണങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള മഹാനായ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം അവർക്ക് എപ്പോഴും അവർ ഒരാളെ പോലെയാകാം. ആ ഒരാളെ കണ്ണിനെ രോഗവും ബാധിച്ചാൽ ഇഷ്ടകാണുകയും ഈ കണ്ണിനെ ശരീരം മുഴുവൻ വേദനിക്കാറുണ്ട്. കണ്ണുകളുടെ രോഗവും വന്നാൽ കല്യാണമോ ആദ്യമായി കണ്ണിനെ ആസ്വദിക്കാൻ ഈ കണ്ണിന്റെ ശരീരം മുഴുവൻ എത്ര സമയമാണ് ഇതിനെടുക്കാറുള്ളത്? ഈ കണ്ണ് ശരിപ്പെടുത്ത 2 മണിക്കൂറാണ് ഓപ്പറേഷൻ സമയം. ആ 2 മണിക്കൂർ കഴിഞ്ഞും കഴിയാതെ കിടക്കുന്നത് കണ്ണിന് വേണ്ടിയാണ് അടിവായി ഇരിക്കുക. പഠിപ്പിക്കുന്നുണ്ടോ? എത്ര വ്യക്തമായ ഉദാഹരണത്തിൻ്റെയാണ് ഇത് സാധാരണക്കാരനും മനസ്സിലാവും, ഇത് പാണ്ഡിത്യമുള്ള ആൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഉദാഹരണമാണ്. ശരീരം മുഴുവൻ വേണ്ടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അത്യാദരങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി ചിന്തിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിൽ ഹിജ്റത്തിനായി വലായത്തിനായി സ്വഹാബികളോട് കൽപ്പിക്കുന്നു. ഒന്നിനെ കാലഘട്ടത്തിൽ മദീനയിലേക്ക് മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോൾ ആദ്യമായി റസൂലുള്ളാഹി പറയാം,
ഇന്ന് മറ്റൊരു ഉപനിലുള്ള നിലക്കാണല്ലോ കഴിയത് വതായി അള്ളാഹുവിന്റെ അടിയോടെ 3-4 ദിവസം താമസിച്ചിട്ടുണ്ട്. മറ്റൊരു നടപടിയുള്ള തലത്തേക്ക് താമസം മാറ്റുന്നത് പള്ളിയിൽ വിളിച്ചിരിക്കുകയാണ്. അതേപോലെ കൊണ്ടുവന്ന പരിശുദ്ധമായ വേണ്ടി പൂർണ്ണമായും വിരുദ്ധമായ സാഹചര്യത്തിലുള്ള മക്കളിൽ നിന്ന് എല്ലാം പോകുന്നവരാണിവർ. ഭർത്താവ് മുസ്ലിമായി ഭാര്യ മുസ്ലിമായി ഭർത്താവ് ഓടിപ്പോകുന്നതാണ്. തന്റെ നാട്ടിലുള്ള സർവ്വത്വം വീടും കുടുംബമെല്ലാം ഉദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ പകുതികൾ നൽകണം. മദീനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രത്തിനുള്ളിൽ അത്ഭുതപ്പെടണമെന്നാണ് എന്നത് പറഞ്ഞോളേ. മുഹമ്മദിന്റെ അടിയാളികളില്ലാതെ മുഹമ്മദിന്റെ ചരിത്രങ്ങളില്ലാതെ ഇങ്ങനൊരു സംഭവം ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പറയേണ്ട താമസം മദീന പള്ളിയുണ്ടായ ചരിത്രപ്പെടുത്തിയിട്ടുണ്ട്. അൻസാരിയായ സഹോദരന്റെ കൂടെ കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു. ഇതിന്റെ ഇസ്ലാമിക സഹോദരനാണ്. അള്ളാഹുവിന്റെ അടിയിൽ കൂട്ടിക്കൊടുത്ത തന്റെ സഹോദരനെ നിർത്തിയിരിക്കുന്നു. അന്ന് രാത്രി 2 പേര് ഭക്ഷണങ്ങളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അംഗീകരിക്കപ്പെടുകയാണ്. പിറ്റേ ദിവസം ഈ വീട്ടിന്റെ ഉടമസ്ഥനായ അൻസാരിയായ ജോലിക്കാരനെ എടുത്തുകൊണ്ടുവന്നു. ജോലിക്കാരന് നൽകുന്ന നിർദ്ദേശം വീടിന്റെ പകുതി ഭാഗത്ത് നൽകുകയാണ്. വീടിന്റെ പകുതി ഭാഗത്ത് കല്ല് വെച്ച് ഡിവൈഡർ ചെയ്ത് വേർതിരിക്കണം. എന്നിട്ട് വീടിന്റെ ഏറ്റവും സൗകര്യമുള്ള ഭാഗം തന്റെ മഹാജനായ സഹോദരനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദര, എന്റെ വീടിന്റെ പകുതി നിലയാണ്. അതേ സഹോദരന്റെ കൈവച്ചു പോകും ഈത്തപ്പഴത്തോട്ടത്തിലെ പഴുത്തുഭാഗമാണ്. ഈത്തപ്പഴം തെരഞ്ഞെടുക്കുന്ന ഈത്തപ്പഴത്തോട്ടമാണ്. തോട്ടത്തിലേക്ക് കടന്നു. ജോലിക്കാരനോട് ചോദിച്ചു, ഈ ഈത്തപ്പഴത്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉണ്ടാകുന്ന ഭാഗമേതാണ്? സഹോദരങ്ങളെ ചിന്തിക്കാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഹബീബായി പഠിപ്പിച്ചതും നിയമത്തുമാണല്ലേ മുസ്ലിംകൾക്കിടയിൽ നിലനിൽക്കേണ്ട ബന്ധം എങ്ങനെയാണെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അതേ മഹാജ്ഞാനം തന്റെ സഹോദരന്റെ കൈകൊടുത്ത് ഈത്തപ്പഴത്തോട്ടത്തിൽ ബന്ധമാണ്. ഈത്തപ്പഴത്തോട്ടം ശ്രദ്ധിക്കുന്ന ഭാര്യയോട് ചോദിക്കുന്നത് തൊഴിലാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നല്ല പഴം ലഭിക്കുന്ന ഭാഗമേതാണ്? തൊഴിലാളി കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ഈത്തപ്പഴത്തിന്റെ ഒരു ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉടമസ്ഥനായ അൻസാരിയായ ജോലിക്കാരനോട് പറയുന്നത്, തോട്ടത്തിന്റെ നടുഭാഗത്തിലൂടെ കല്ല് വേർതിരിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉണ്ടാകുന്ന ഭാഗം ഈ തോട്ടത്തിന്റെ ഭൗതികാരം തന്റെ മഹാജനായ സഹോദരനെ കാണിച്ചുകൊണ്ട് പറയുന്നു. സഹോദര, ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ഉണ്ണിൽ പറഞ്ഞില്ലേ സഹോദരനാണെന്ന്. അതുകൊണ്ട് ഈ ഭാഗം നിനക്കാണ്. എന്റെ ഭാര്യ ഭർത്താവ് മുസ്ലിമായതാണ്. ഭർത്താവ് കൂടി പോകും ഒന്നില്ലാതെന്ന അഭയാർത്ഥികളെ ആരെയാണ് കൊടുക്കാൻ ചിന്തിക്കുകയും ലോക ചരിത്രത്തിൽ അവരെ തന്റെ 2 ഭാര്യമാരുണ്ടാകുന്ന സ്വകാര്യകൾ ഏറ്റവും സുന്ദരിയായ ഭാര്യയെ കൊലപ്പെടുത്തി എന്നിട്ട് തന്റെ മുസ്ലിമായ സഹോദരന് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. വിശുദ്ധ അവരുടെ നാട്ടിൽ അല്ലാഹു പറഞ്ഞു, ലോകത്തിൽ സല്ലല്ലാഹു
നമ്മൾ പറയാ 236 ആയത്തുകളിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഗണിക്കണമെന്ന് ആ 666 ആയത്തുകളിലെ ഭൂമിയെ ഇറങ്ങിയിട്ടും പല രംഗങ്ങളിലും പറഞ്ഞിട്ടില്ല. സ്വഭാവം അല്ലാതെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സഹോദരങ്ങളാണ് മുസ്ലിമായ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മഹാദേവനായ സഹോദരങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു സ്വഭാവം പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെയുമായി ബന്ധപ്പെട്ടത് ഞാൻ പറയുന്നത് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഇഷ്ടപ്പെടുന്നു. നമ്മൾ വളരെ ഇഷ്ടപ്പെടാൻ നല്ല പൈസണ്ട് ഒരുമായി സ്നേഹം തീർപ്പെട്ടാൽ കാര്യം കിട്ടാൻ സാധ്യതയുണ്ട്. അവൻ നല്ല മകളുടെ സുന്ദരിയാണ് പെൺകുട്ടി വസ്ത്രം സ്ഥാപിക്കണം അവരുടെ അഭിനയിക്കാൻ സാധ്യതയുണ്ട് മക്കളിൽ എടുക്കാൻ കഴിയാതെ ഉണ്ണിയാതെ ഓടുന്നവരാണ് സ്വീകരിച്ചു. ഭാരതെ ഇവിടെ കേട്ടില്ലേ സ്വദേശിയെന്ന് ഓടിക്കുന്ന സഹോദരങ്ങൾ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് കടന്നു നിന്നപ്പോ പല രാജ്യങ്ങളിലേക്ക് കേട്ടല്ലേ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരരുത്, ഞങ്ങൾക്ക് ഭാരമാകും. നിങ്ങൾ ചിന്തിക്കണം. മതിയില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഭാരമാണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ എന്തിന് നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾക്കുള്ളതിന്റെ എല്ലാം പകുതി നൽകാം. ചരിത്രം വിശാലമായി പറയുന്നു. മഹാനായ എടുത്തു പറഞ്ഞില്ല ഒന്നില്ലാതെ ഓടുന്ന മഹാദേവനായ ഭാര്യയോടൊക്കെ അറിയാത്ത ഇഷ്ടം അവരുടെ സൗകര്യം തന്നെ. പിന്നെയോ അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന രീതിയുമായി സ്നേഹബന്ധങ്ങളാണ്. വല്ലാത്തൊരു ബന്ധം. ആ സ്നേഹബന്ധങ്ങളുടെ കൈകളുണ്ടായത് മഹാദേവനായ മര്യാദകളുടെ കൈകളുണ്ടായത് അല്ലാഹുവിന് വേണ്ടിയുള്ള ബന്ധമായിട്ടാണ് കരുതുന്നത്. ഇവർ തന്നെ ആവശ്യക്കാരായിരിക്കെ പറയുന്ന കുട്ടികൾ മദീനക്കാരായ മുഹമ്മദ് അൻസാരികളായ സഹോദരങ്ങൾ തന്നെ സ്വഹാബികൾ തന്നെ ആവശ്യക്കാരായിരിക്കെ അവരുടെ ആവശ്യത്തേക്കാണ് എന്റെ സഹോദരന്റെ ആവശ്യത്തിന് മുൻഗണന നൽകിയവരാണവർ. وتراضهم وتناتهم وتركمة الجسد إذا ابتدى منه رب تداعى له سائر الجسد بسهر والحمى. قال نبينا رسول الله صلى الله عليه وسلم ഈ ബന്ധത്തെ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ ഞങ്ങൾ നമ്മളെ തോന്നാറുണ്ട്. ഞാൻ ചോദിക്കാം, റസൂലുള്ളാഹിന്റെ എല്ലാ അധ്യാപനത്തിലും നമ്മൾ അകന്നു പോയതുപോലെ ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നാറ്? ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ ആദ്യം തോന്നിയ സ്നേഹമില്ല, ആദ്യം ഉണ്ടാകേണ്ട വിചാരവും വികാരവുമില്ലാണ്. പക്ഷേ അവൻ എന്റെ ഇസ്ലാമിലെ സഹോദരനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ വിശാലമായി കിടക്കാതെ പോകുമ്പോൾ സമയമില്ലല്ലോ. നാളെ ഡ്യൂട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെ വലിയ ത്യാഗം ചെയ്യാൻ ആവശ്യമാണ്. വലിയ ത്യാഗമല്ല, ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഞങ്ങൾ ഓടിക്കൊണ്ടിട്ട് ഞാൻ പല സ്ഥലത്തും നോക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഇത് ഖുർആൻ പഠിക്കാൻ മനപ്പാടാക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് സെന്ററുകളിലേക്ക് ഇല്ല. എന്താ ഒരു പണിയില്ലാതെ വീട്ടിലേക്ക് നോക്കുമ്പോഴാണ് ഖുർആൻ പഠിപ്പിക്കാൻ മനപ്പാടാക്കാൻ. ഞാൻ ഇന്നലെ കേട്ടു ഒരു സഹോദരി
ഒരു 40 വയസ്സ് 45 വയസ്സിലാണ് അവിടെ 2 വർഷം കൊണ്ട് 2 ചുറ്റും അമ്പഴക്കി നമ്മുടെ സേവന പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പലതിന്റെയും മുമ്പിൽ നിന്ന് കുത്തിയിരുന്ന സമയം കളയുന്നതിന് പകരം പരിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏത് അടിസ്ഥാന കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ഈ ബന്ധം സുദൃഢമാക്കുവാനാണ്. ഈ ബന്ധം സുദൃഢമാക്കാനാണ് അതിന്റെ ലക്ഷ്യം. ശുദ്ധ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടതിനിടയില്ല ബുനിയൽ ഇസ്ലാം അലാ ഖംസി ശഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കർമ്മങ്ങൾ 5 ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് ഈമാന്റെ അടിസ്ഥാനം. കഴിവുള്ള ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് ഇസ്ലാമിന്റെ ഏത് അടിസ്ഥാന സംഭവമായാലും ഈ ബന്ധം സുദൃഢമായി നിലനിർത്താനും പരിപോഷിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ വിഷയം എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ നമ്മളൊന്നും നമുക്ക് വഴി പറയാൻ പറ്റില്ല. ലോകത്ത് വഴന്നെ പറയാൻ അതെന്നെ പറയാൻ വേണ്ടി ഞാൻ അടിച്ചു പോണത്. നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. ഒരു 150 സ്ത്രീകൾ പോവാണ്. ഏതെങ്കിലും ഇത് കൃഷ്ണ വിഷയം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു 10 ദിവസം ഈ ഒന്നും മണ്ണാകട്ടില്ലാത്ത ഞാൻ നിങ്ങളോട് പറയാൻ 10 ദിവസം ഏത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ബന്ധം സുഗന്ധമാകുകയാണ്. നമുക്ക് നിങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസവും തന്നെ വേർപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഉമ്മത്തിൽ നടക്കുന്നത്. ഉമ്മത്തിനെ ഉണ്ടാക്കണേ ഉമ്മത്തിനെ നീ ഉണ്ടാക്കണയല്ലോ. മഹാനായ ഇരിക്കുകയാണ്. സഭാനോട് ചോദ്യം കഴിയും. ഇസ്ലാമിന്റെ ഏത് ഭാഷമാണ് ഏറ്റവും ശക്തമായ ഭാഷമേതാണ്? ഏത് കയറ് പിടിച്ചാലാണ് അതാണ് കയറിയാണ്. നാട്ടിലാണെങ്കിൽ കരണ്ടില്ലാതെ വരുന്ന സമയത്തെങ്കിലും കിണറെടുത്ത് പോയിട്ടൊന്ന് വരും. കയറെന്തിനാണ് ഉയരം കയറുന്ന സമയത്ത് കയറ് പിടിച്ചിട്ട് കയറാം. എന്തിനാ? ഈ കുടുത്തുണ്ടായാൽ പൊന്നു വരില്ല. അതാണ് കയറ് പരസ്പരം ബന്ധിപ്പിക്കലാണ്. ഇസ്ലാമിന്റെ ഏത് പാഠമാണ് ഏറ്റവും ഭയമുള്ളത്? അറ്റുപോകാത്തതാണ്. അറ്റുപോകാത്തതാണ്. അറ്റുപോകാത്ത പാത്രമേതാണ് നബിയെ. ആ ഏതാണ് സ്വഹാബത്ത് പറഞ്ഞു, 5 വക്ത നേരത്തെ പ്രസ്ഥാനം കൃത്യമായി നബിയെ. വിശുദ്ധ ഇസ്ലാം അറ്റുപോകാതെ ബന്ധം നിലനിർത്താൻ പറ്റാവുന്ന പാഠം പറഞ്ഞല്ല. ഹസന നിസ്കാരം നല്ലതാണ്. ഇത്തരമെല്ലാം ഇടയ്ക്ക് റസൂലാണ് പറഞ്ഞു കൊടുക്കല. ഇടയ്ക്ക് ചോദിച്ചത് അവരോട് തന്നെ ഇതിന്റെ ഗൗരവമാണല്ലോ. ചോദിക്കാത്ത ആ വിഷയത്തിലേക്കുള്ള ഗൗരവം മനസ്സ് കൊണ്ടുവരാനാണ്. നിസ്കാരമല്ല എന്ന് പറഞ്ഞപ്പോൾ കാലോട് പറഞ്ഞു, നോമ്പാണ്. എന്നാൽ പിന്നെ നോമ്പായിരിക്കുന്നതിയെ നോമ്പ് ശരിക്കും നിർവഹിക്കുന്ന ആളാണ്. അയാളുടെ ഈമാൻ അയാളെ ഉറക്കുകയും ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത രീതി ആ നോമ്പ് അയാൾക്ക് സംരക്ഷണം നൽകും നബിയെ എന്നവർ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നോമ്പ് നല്ല തന്നെയാണ്, കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം അതല്ല. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് നബിയെ. എന്നാൽ പിന്നെ അന്ന് ചോദിച്ച ഏറ്റവും ശക്തമായ ഭാഷ നബിയെ. പറഞ്ഞു, ഹസൻ നല്ലത് തന്നെയാണ്. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരം തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുകൊണ്ട് പോയാൽ
ഈമാനിന്റെ ഏറ്റവും ശക്തമായ ഭാഗം അള്ളാഹുവിന് വേണ്ടി ഒരാളെ ഒരു വസ്തുവിനെ സ്നേഹിക്കുകയാണ്. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം അള്ളാഹു വേണ്ടിയാവും. ഇത് വല്ലാത്ത ഓർക്കാൻ ആ സുഖിപ്പിക്കില്ല. അള്ളാഹു വേണ്ടി നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഫോൺ തെറ്റുകഴിഞ്ഞെന്ന് വാട്സപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ പറയട്ടെ, എന്റെ സഹോദരനാണ് എന്തിന്റെ പേരിലാണ് ബന്ധമുണ്ടായത്? ആയിരക്കണക്കിന് സുഹൃത്തുക്കളിലെ അള്ളാഹു ദുനിയാവിന്റെ വിശാലമായ ആദായം തുറന്നു തന്ന കാര്യമാണെങ്കിലും വിശാലമായ ദുനിയാവിന്റെ ആദായം തുറന്നു തന്നിട്ടുണ്ട്. വിശാലമായ ആദായം പോലെ പുണ്യരിക്ക് പോലും അള്ളാഹു തുറന്നു കൊടുത്തിട്ടില്ല. മുസ്ലിങ്ങളായിരുന്ന രാജാക്കന്മാർക്ക് കത്തെഴുതിപ്പിച്ചിട്ട് സ്വഹാബികൾ ഇങ്ങനെ ചോദിച്ചു, ആരായിട്ട് എത്തിച്ചു കൊടുക്കുക. അതേപോലെ കാത്തിരിൽ മഹിളായിട്ട് സ്വഹാബികളോട് ആരായിട്ട് എത്തിച്ചു കൊടുക്കുക, ആരാണ് എത്തിച്ചു കൊടുക്കുക. ദിവസങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് അവർ മിസ്രയുടെ കൊട്ടാരത്തിനകത്ത് കൈഫറിന്റെ കൊട്ടാരത്തിനകത്ത് സന്ദേശിക്കുന്നത്. എവിടെയിരിക്കുന്നു? നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് പോലും തൗഹീദിന്റെ വെളിച്ചം എത്തിക്കണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു സെക്കൻഡ് കൊണ്ട് ചെറിയൊരു മെസ്സേജ് ആദ്യത്തെ അല്ലേ? ഈ വിശാല സൗകര്യവും സംവിധാനം നമുക്ക് തോന്നണം. റസൂലുള്ളാഹിയുള്ള തോന്നുന്നില്ല. ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒപ്പം ചെയ്തു കൊടുക്കാത്ത സൗകര്യങ്ങളായിരുന്നു കാലകാലമായിരുന്ന ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലാഹു തുറന്നു കൊടുത്തത് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് സൗകര്യമില്ലേ? പിന്നെ ഹാറൂൻ അല്ലാഹു അതിനേക്കാൾ വലിയ സൗകര്യം കൊടുത്തു. നമ്മൾ ചിന്തിക്കുന്ന സൗകര്യം കാണുമ്പോൾ അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്. അനുഗ്രഹം തന്നെ ഞങ്ങൾക്ക് പേരാളാണ്. പല അനുഗ്രഹങ്ങളിലും നന്ദി കേട് വന്നു പോയാൽ അല്ലാഹുവിന്റെ ശിക്ഷകളും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കുന്നതിന്റെ സഹോദരങ്ങളും ഈ മാസം കത്തെഴുതിയ ആൾക്കാർക്ക് ഈ മാസം കത്തെഴുതിയ ആൾക്കാർക്ക് അത് മുമ്പിൽ അവിടെ ഒരാൾക്കാർക്ക് താഴെ കിട്ടണം അല്ലേ? അങ്ങനെ കത്തെഴുതിയില്ല. ഈ വർഷം കത്തെഴുതിയ ഈ വർഷം കടലിന്റെ കഷ്ണമായ ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ആഴ്ചയിലേക്ക് ഫോൺ ചെയ്ത താരത്തിന് ഉത്തരവുള്ള കൈവപ്പ് കുറയായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫോൺ ചെയ്ത താരത്തിന് കൈവപ്പില്ല. അപ്പൊ കത്ത് എഴുതിയ താരത്തിന് കൈ പൊക്കാതിരുന്ന പോലെ ഫോൺ ചെയ്ത് തരാൻ കഴിയുന്ന കൈവപ്പില്ല. കാരണം എന്താ? ഇപ്പൊ ഫോൺ ആ സമയത്ത് തന്നെ അതിന്റെ എല്ലാ രുചിയും ബസ്സൊക്കെ പോകുമല്ലോ. സംസാരിച്ച് കഴിഞ്ഞ് പോയി. വാട്സപ്പ് ആകുമ്പോൾ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി വായിക്കാൻ, പിന്നെ ഇങ്ങോട്ട് വായിക്കാൻ, പിന്നെ ഇങ്ങോട്ട് വായിക്കാൻ, പിന്നെ അങ്ങോട്ട് വായിക്കാൻ, കാര്യമായി പൈസ ആവശ്യപ്പെടുന്നൊന്നും അല്ലെങ്കിൽ പിന്നെയും വായിക്കാൻ. അപ്പൊ അതുകൊണ്ട് വാട്സപ്പ് നമുക്ക് പോയി അടുത്തിന്റെ ഇത് എന്നത് ഞാനിത് പറയുന്നില്ല, നിങ്ങൾക്ക് കാത്തുകൊണ്ട് കാണാവുന്നതാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിലേക്ക് ധാരാളം സുഹൃത്തുക്കൾ പ്രത്യക്ഷപ്പെടാനോ എന്തിന്റെ പേരിലാണ് ഒരു സൗഹൃദമുള്ള ബന്ധമുണ്ടായത്? നീ ഒരാൾ റബ്ബിന് വേണ്ടി സ്നേഹിക്കലാണ്, റബ്ബിന് വേണ്ടി നീ ഒരാളെ കൊടുക്കലാണ്, നീ ഒരാളെ കൊടുക്കലാണ്, അകറ്റി നിർത്തലാണ്. അതാണ് ഈമാന്റെ ഏറ്റവും ഫലമുള്ള മാസം എന്ന് റസൂലുള്ളാഹി. അല്ലാഹുവിനെ വേണ്ടി ഒരാളെ സ്നേഹിക്കുക, ഈ സദസ്സിൽ നിങ്ങൾ റബ്ബിന് വേണ്ടി സ്നേഹിക്കുക. ഇത് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്താൻ പറ്റാവുന്ന ഒന്നാണ്. അപ്പോ ഇസ്ലാമിന്റെ പേരിലുണ്ടാകുന്ന സ്നേഹബന്ധം ഈമാനിന്റെ ഏറ്റവും ഫലമുള്ള ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് മഹാനായ അബൂ ഉമാമ
അപ്പൊ നമ്മൾ മറ്റൊരു സഹോദരനെ സ്നേഹിക്കുന്നത് റബ്ബിന് വേണ്ടിയാവുക, അയാളുടെ താല്പര്യത്തിന് വേണ്ടി എല്ലാം ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. ഇതൊന്ന്. രണ്ട് കണ്ടുകൊണ്ട് അവസാനം രണ്ട് ശത്രു നിസ്കരിക്കുന്നതാക്കാം പറയാൻ പേടില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കാറുള്ളത്, റബ്ബിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. എന്നെ ഓർക്കാൻ നിസ്കരിക്കണം, അള്ളാഹു പറഞ്ഞതിന് എന്നെ ഓർക്കാൻ നിസ്കരിക്കണം. മനുഷ്യ ശരീരം കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗത്താണ് നിസ്കാരം. ഈ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണോ? ഈ നിസ്കാരം റബ്ബിന് വേണ്ടി ചെയ്യുന്ന വിഭാഗത്താണോ? എന്നാൽ അല്ലാഹു ഈ നിസ്കാരം ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് തന്നെ മുസ്ലിമായ സഹോദരന്റെ അടുത്ത് ചെന്ന് ജമാഅത്തെ നിസ്കാരം ഒരു പക്ഷിയും ജമാഅത്തെ ഒരാൾ തന്റെ വീട്ടിൽ നടക്കുന്നു, തന്റെ മുസ്ലിമായ സഹോദരന്റെ അടുത്ത് പോയിരിക്കുന്നു. അവന്റെ ശരീരത്തോട് തന്റെ ശരീരം ചേർത്ത് വെക്കുന്നു. അവന്റെ കാലിനോട് തന്റെ കാല് ചേർത്തു, അവന്റെ തോളിനോട് തന്റെ തോൾ ചേർത്തു. തപ്പിനിടയിൽ വിടവില്ല. ഇവ രണ്ടുപേരുടെയും മടങ്ങ് ഒരേപോലെയാണ്. ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്. മുസ്ലിമായ തന്റെ സഹോദരന്റെ അടുത്തുമായി ഇവനോട് ചേർന്നൊരാൾ നിൽക്കുന്നു. അവരിൽപ്പെട്ട ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, ഒരാൾ ഇമാമത്ത് നിന്നു. മറ്റു രണ്ടുപേരെ ചേർന്നു. അല്ലെങ്കിൽ അയാളുടെ തൊട്ടരികയായിരുന്നു. നിസ്കരിക്കാൻ ആ നിസ്കാരം അല്ലാഹുവിന്റെ വല്ലാത്ത ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എന്നുള്ള കാരണം ഈ സ്നേഹബന്ധങ്ങളുടെ സുദൃഢമാക്കുകയാണ്. ഈ സ്നേഹബന്ധം സുദൃഢമാക്കാൻ അല്ലെങ്കിൽ ആലോചിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ജമാഅത്തിൽ സത്ത് വന്നു. ആ സത്ത് പൂർത്തിയായി ഒരാളെ വെള്ളം കൂട്ടേണ്ടവരെ ഒരാളെ മുഖാന്റെ കേട്ടുകൊണ്ടുണ്ട്. ഇയാൾ ഉപയോഗിക്കുന്നു, ഇയാൾ ഉദ്യോഗിക്കുന്ന സമയത്ത് ആ രാത്രി കാലം ഇയാളൊരു പണിയാണ്. ഇയാളെ പണിയാണ്. ഇയാളെ പോയിട്ട് ഇയാളെ നേരെ വിളിക്കുന്നു. അവിടെ ചെന്നോ അയാളുടെ കാലമായിട്ട് കാലിൽ വെച്ചു. അയാളുടെ തോടുകൊണ്ട് തോടുന്നു. സലാം വീട്ടി ഇയാളെ സലാം വീട്ടി പള്ളിയിൽ കയറേണ്ട മുമ്പ് വരെ അടിപിടി കൂടി ആളുകളാണ് ചിന്തിക്കുകയാണ്. മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ മാനം പഠിപ്പിക്കുകയാണ്. വിശുദ്ധരിക്കാനുള്ള ഓരോന്നും ഒരു ഹജ്ജിലൂടെ ഞാൻ ഇതൊന്ന് അടുത്ത പോയിന്റിലേക്ക് ഓടിപ്പോകുന്നു. നേരത്തെ സമയമാണെന്ന് ഞാൻ പറയണം. തീരുന്നില്ല എന്നൊരു വിഷയമല്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അള്ളാഹു വലിയ അത്ഭുതമാണ്. ജമാഅത്തുള്ള നമസ്കാരം കാണുമ്പോൾ അള്ളാഹു അതിനകത്ത് അത്ഭുതപ്പെടുന്നുവെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഏത് ജമാഅത്തായ അൽക്കല്ലായിട്ടുള്ള ജമാഅത്തല്ല, അൽക്കല്ലായിട്ടുള്ള മനസ്സിലായി. മറ്റൊന്നോട് തോന്നുന്നത് നമ്മളെ പ്രത്യേകിച്ച് ചെയ്യാൻ ഇവിടെ ആദ്യം കാലത്ത് പോകും. അപ്പൊ കേരളക്കാരും കാലത്ത് അതൊക്കെ അപ്പോഴാണ് കാലത്ത് പോകുന്നത്. അപ്പൊ മറ്റേ കാലത്തോടാണ് മുമ്പോട്ട്. കേരളത്തിൽ ഒരു നിസ്കാരത്തിന്റെ പ്രത്യേകം കൃത്യമായി ചെയ്യാമെന്ന് അഭിപ്രായം. എന്തുകൊണ്ടാണ് ആരും തൊടാറില്ല? കാലോട് ചേർത്ത് വെക്കണമെന്നാണ്. ശരീരം ചേരുമ്പോൾ ഹൃദയം ചേരുമ്പോൾ ആര് പഠിപ്പിച്ചോ മഹാനായ പറഞ്ഞല്ലോ. രേഖപ്പെടുത്തുന്നുണ്ട്. സമപ്പെടുത്തും. തൊഴിലുകൾക്കിടയും പറയും
നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്. നിങ്ങളുടെ കഴിവുകൾ ഭിന്നിക്കുന്നു. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, നേരെ നിൽക്കണം. എല്ലാവരും നിങ്ങളുടെ കഴിവ് ഭിന്നിച്ചു പോകുമെന്ന് ചെയ്യുന്നത് ഈ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങളുടെ ഹദീസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ധരിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടുപേർ നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് ഒരാൾ എന്റെ സഹോദരന് ഇമാമായി ഇരിക്കുന്നു. അപ്പോൾ ഒരു ഇമാം ഒരു മോമോമുള്ള ജമാഅത്ത് പിന്നെ ഏറ്റവും പ്രതിഫലമുള്ളതും ഏറ്റവും ഇഷ്ടമാണ് ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്ന 4 ആളുകളുടെ നിസ്കാരത്തെക്കാൾ വ്യക്തമാണ് ഇമാം ജമാഅത്തിൽ വെച്ചിരിക്കുന്ന 2 ആളുകളുടെ നിസ്കാരം. 4 പേര് ജമാഅത്തായി വെച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്ന 8 ആളുകളുടെ നിസ്കാരത്തെക്കാളും വടക്കറബിന്റെ ഏറ്റവും ഇഷ്ടവും പരിശുദ്ധവുമാണ് 4 ആളുകളുടെ ജമാഅത്തായി വെച്ചിരിക്കുന്നത്. 8 പേര് ജമാഅത്തായി വെച്ചിരിക്കുന്നു. അത് ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്ന 100 പേരുടെ നിസ്കാരത്തെക്കാളും നല്ലത് 8 പേർ ഒന്നിച്ച് ജമാഅത്തായി വെച്ചിരിക്കുന്ന നിസ്കാരമാണ്. ഇതിലൊക്കെ എണ്ണ കൂടുന്നു വന്നു കൂടുന്നു. എണ്ണ കൂടുമ്പോ വണ്ണം കൂടുന്നു. ഒമാനിലൊക്കെ പോയേക്കാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇല്ല നിസ്കാരം കഴിഞ്ഞ് ഉടനെ അറബികൾ എത്തുമ്പോഴത്തുള്ളൂ ആ ബന്ധം ഒന്ന് പ്രസ്താവിക്കും. സ്നേഹത്തിന്റെ പേരിൽ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമെങ്കിൽ ഇതിനെടുക്കുമ്പോൾ ആ ബന്ധമെന്ന് പ്രസിദ്ധമാക്കുകയാണ് സ്നേഹം. നിങ്ങൾ നോമ്പിനെ കുറിച്ച് ഞാൻ പറയണം, ജക്കാത്തിനെ കുറിച്ച് പറയാം. ജക്കാത്തില ഒരു മുതലാളികളുടെ സ്വത്തിന്റെ സമയത്താണ് ചുറ്റുന്നത്. സ്വത്തിന്റെ 2% കൊല്ലം കഴിയുമ്പോൾ വ്യത്യസ്തമായി സംഗതികളിൽ വ്യത്യസ്ത രീതിയില്ല. 2% ആർക്ക് കൊടുക്കണം? അള്ളാഹ് കൊടുക്കണം. അള്ളാഹ് കൊടുക്കണം പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞതാണ് പള്ളി മക്കൾക്ക് കൊടുക്കാനല്ല. ജക്കാത്ത് അള്ളാഹ് പറഞ്ഞത് പള്ളി മക്കൾക്ക് കൊടുക്കാൻ. പള്ളിക്ക് ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് വിടില്ല. മദ്രസക്ക് ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് വിടില്ല. അള്ളാഹു ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞതാൽ കഴിഞ്ഞ ആ വ്യക്തിവിഭാഗവും നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഫുഖറാ സമാജമത ജീവിതത്തിന്റെ രംഗത്ത് മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒരു കൊല്ലം കഴിയുന്ന 2% വെറുതെ എടുത്തു കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് ശുദ്ധമായി ഭക്തത്തിന്റെ ആഴം ഹജ്ജോ ഹജ്ജായി പഠിപ്പിച്ചത് ഹജ്ജെന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം സുദൃഢമാക്കലാണ്. ലോക മുസ്ലിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം സുദൃഢമാക്കലാണെന്ന് ഹജ്ജിന്റെ ലക്ഷ്യം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിലാണ് സ്വഹാബികളുടെ അറബയിൽ ഈ വർഷവും അറബയിൽ നിന്നപ്പോൾ മുസ്ലിം പ്രസംഗം ഞാൻ നോക്കിപ്പോയി. ഒരുപാട് സംഗതികളോട് ഓർമ്മപ്പെടുത്തി 20-25 മിനിറ്റോടാണ് ലോകത്തിലാവുന്ന മുഴുവൻ കാര്യം അറിയിക്കുവാണ്. നമ്മൾ ഒരു വിദ്യാർത്ഥി 2 മണിക്കൂർ പറഞ്ഞു കഴിയുന്നത് 20-25 മിനിറ്റ് കൊണ്ട് ലോകത്തിലാകുന്നത് പറയാൻ പറഞ്ഞു വരുന്നു. അതേ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അവർ പറഞ്ഞു അല്ലാഹു റസൂലുഹുമായി റസൂൽ ചോദിച്ചു, ഇത് പവിത്രമായ ഇവരല്ലേ? അതേ നബിയേ. റസൂൽ ചോദിച്ചു, ഇതേത് മാസമാണ് അവർ പറഞ്ഞ നബിയെ? അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ അങ്ങേക്കും അറിയാൻ നബിയേ. റസൂൽ ചോദിച്ചു, പവിത്രമായിട്ടും ഹറാമായ മാസമല്ലയോ? അവർ പറഞ്ഞതേ നബിയേ. റസൂൽ ചോദിച്ചു, ഇതേത് നാളാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അല്ലാഹു റസൂലുഹുമായി റസൂൽ പറഞ്ഞു ഭരതൻ ഹറാം.
وعذابكم عذاب أليم كحرمة يومكم هذا في شهركم هذا في يومكم هذا في شهركم هذا في بلدكم هذا. ഈ നാളിലുള്ള പവിത്രത പോലെ, ഈ ദിവസത്തിലുള്ള പവിത്രത പോലെ, ഈ മാസത്തിലുള്ള പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, അതേപോലെ നിങ്ങളുടെ സ്വത്തും, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ രക്തവും, അതേപോലെ നിങ്ങളുടെ അഭിമാനവും പവിത്രമാണെന്ന് കൊല്ലാൻ പാടില്ല, ഒരാളെ കൊല്ലാൻ പാടില്ല, രക്തക്കൽ നിങ്ങൾ പരസ്പരം കഴിക്കാൻ പാടില്ല. എന്റെ കിടക്കുന്ന ലോകത്തിലല്ലേ എന്റെ സഹനത്തിലോട് നിങ്ങൾ എന്റെ ദേശം പരസ്പരം കഴിക്കൽ എന്ന വിഭാഗമായി മാറുന്നത് സഹാബാക്കളോട് മഹാനായ ലോകം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരാവശ്യം 2 മാസം മുമ്പ് കേട്ടല്ലേ ഇസ്ലാമിന്റെ വലിയ പ്രവർത്തനമാണെങ്കിൽ ഇസ്ലാമിക രാജ്യത്തെ വലിയ ലോകമൊക്കെ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെയല്ലയോ പരസ്പരം തമ്മിലടിക്കുന്നത്, മുസ്ലിങ്ങൾ തമ്മിൽ തന്നെയല്ലയോ പരസ്പരം തമ്മിലടിക്കും. ഇസ്ലാം പറയാൻ സമയത്ത് ഒരന്യ മുസ്ലിമിനോട് മുസ്ലിമിനോട് ഒരന്യ മതസഹോദരനോട് ഇസ്ലാമിൻ്റെതാണെന്ന് പറയാൻ സമയമുണ്ടോ? ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ, വളരെ ഗൗരവപ്രാധാന്യം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ രക്തത്തിന് പവിത്രതയുണ്ട്, നിങ്ങളുടെ അഭിമാനത്തിന് പോലും പവിത്രതയുണ്ട്. ആരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം കല്യാണം ചെയ്ത ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാവും. ആയിഷാബി റളിയല്ലാഹു ഹസ്സാബിയെ കുറിച്ച് പറഞ്ഞു ആ കുറിയ പെണ്ണ് ഹസ്സാബിയെ കുറിച്ച് കൊള്ളത്തിയ ഹസ്സാബി റളിയല്ലാഹു കുറവാണ്. ഐഷാബി എന്തോ പറഞ്ഞു ആ കൊള്ളത്തിയായ ഹസ്സ അല്ലാഹുവിന്റെ ഹബീബ് കേട്ടപ്പോൾ പറഞ്ഞു ഹസ്സ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഒരു സമുദ്രത്തിൽ അത് കരക്കുകയായിരുന്നെങ്കിൽ, ഒരു സമുദ്രത്തിൽ അത് കൊണ്ടുപോയി കരക്കുകയായിരുന്നെങ്കിൽ അത് സമുദ്രത്തിൽ എനിക്ക് ചേരുമായിരുന്നതിന്റെ കളർ വെളിയിലേക്ക് കാണാമായിരുന്നെന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞത് ഒരു ദ്രവരൂപത്തിൽ ലഭിച്ച് സമുദ്രത്തിൽ ലയിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ സമുദ്രം മുഴുവൻ ലയിച്ചത് പുറത്തുനിന്നായിരുന്നു. നിങ്ങൾ ആ പറഞ്ഞ ഒരു വാക്ക് പോലും അത്ര ഗൗരവമാക്കുന്നുണ്ട്. ആ കൊറിയ ഹർഷ എന്ന് പറഞ്ഞ അക്കാദമി ഇഷ്ടാവില്ല. നിങ്ങളുടെ അഭിമാനം പോലും നിങ്ങൾക്ക് പവിത്രമാണ്, നിങ്ങളുടെ രക്തം പവിത്രമാണ്. നിങ്ങൾ ആലോചന ചോദിക്കട്ടെ, പിന്നെ എന്റെ പ്രിയമുള്ള ഒത്തുമേ ഇസ്ലാമിനെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ വൈകാരം തീർക്കുന്നത്? നീ എങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു മുസ്ലിമിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായിയാണ് നീ നശിപ്പിക്കാൻ ശ്രമിച്ചത് പോലെ പഴക്കാർക്കുമായുള്ള ബന്ധങ്ങളാണ് നീ അവർക്ക് വേണ്ടത് തിരിച്ചറിയാൻ കഴിയണം. എന്റെ സഹോദരങ്ങളെ, അപകടകരമായ ഉമ്മത്ത് നീങ്ങുന്നു എന്നത് വേദനാജനകമാകുമാകട്ടെ. അപ്പൊ ബോധം നൽകട്ടെ. നമ്മൾ പണ്ട് പറയാനുണ്ടായിരുന്നു, BJP മാർക്കും അടിച്ചോട്ടെ, ഒരു തമ്മിലെ സമുദായത്തിന്റെ വ്യവസ്ഥയല്ല. പടച്ചറപ്പ് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കണേ. അല്ലാഹുവിന്റെ എന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, പ്രഭാതാവാൻ കിടക്കുമ്പോഴും സഹാബത്തിനോട് ചെയ്യാൻ 3 ദിവസം മുമ്പ് ചെയ്ത വസീയത്തുണ്ട്. ആ വസീയത്ത് പറഞ്ഞത് സഹാബ നിങ്ങളേക്ക് ശേഷം പരസ്പരം കരുത്താറുകൊണ്ടുവരാമോ? സഹോദരങ്ങളായി നിങ്ങൾ ബന്ധുകൂട എത്ര പവിത്രമാണ് ആ ബന്ധം. ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ഒന്നും പോലും കൊണ്ടുപോകാതെ അതിനൊക്കെ വലിയ ദീപം ഇങ്ങനെ അബദ്ധത്തിലെടുത്ത ഈ ബന്ധം ഉടനെ പോകാതിരിക്കാൻ എങ്ങനെ ഒരു മുസ്ലിം വേറെ മുസ്ലിമിന് പാടുക? ഒരു മുസ്ലിം എങ്ങനെ മറ്റൊരു മുസ്ലിമിനെ പാടുക? ഏറ്റവും വലിയ പാടുകൾ ഇവിടെ നാട്ടിലാകില്ല. അത് മുതലില്ല, നാട്ടിലാകില്ല, അത് നാട്ടിലാണ്
എന്നെ ഞാൻ പറയുന്നത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം സൗദി അറേബ്യയിലാണ് ഞാൻ കൊണ്ടുവരുന്നത്. സൗദി അറേബ്യയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. പേര് ഞാൻ പറയാൻ നമുക്ക് മനസ്സിലാവും. പരിസരത്തിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ ഞാൻ നാട്ടിൽ പോയിട്ട് വർഷങ്ങളായി ഈ ഞാൻ പോണെങ്കിൽ വേറൊരാളെ ഈ ജോലി ഏൽപ്പിച്ചു വന്ന് വീണ്ടും പോകണം. പക്ഷേ എനിക്കാളെ ഏൽപ്പിക്കാൻ ധൈര്യം. ഒരു തവണ ഞാൻ ഏൽപ്പിച്ചിട്ട് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ഏൽപ്പിച്ചാൽ ജോലി തട്ടിയെടുത്തു. ഒരു മുസ്ലിമിനെ മറ്റൊരു കുട്ടികളെ കാലഘട്ടം കഴിയില്ല. ആ ബന്ധമൊക്കെ സുദൃഢമാണ്. ഏതാണ് ഈ ബന്ധത്തിന്റെ പ്രാധാന്യം? ഖുർആൻ എടുത്തു പറഞ്ഞ സ്വഭാവങ്ങളിലേക്ക് ഉപയോഗം നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ഈ ബന്ധത്തിന്റെ പവിത്രമായ ബന്ധത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില സ്വഭാവങ്ങളാണ് ഖുർആനിൽ എടുത്തു പറഞ്ഞത്. അറിവായ മുസ്ലിമിന്റെ പള്ളിയിൽ നിൽക്കാതെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ മദീന കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. ഈ ഹജ്ജ് യാത്രയിലും മദീനയിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്തുപോയി. ഈ ചരിത്ര സംഭവം മദീനയുടെ വ്യക്തിയായിരുന്നല്ലോ നടന്നതെന്ന് ഞാൻ ചിന്തിച്ചുപോയി. അസാധ്യമെന്നത് പറഞ്ഞു, നബിയേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി റസൂലുള്ളാ, എനിക്കൊന്നും കഴിക്കാൻ ലഭിച്ചിട്ടില്ല നബിയേ, അതുകൊണ്ട് എനിക്ക് വല്ലതും തരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് എന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആണെന്ന് വല്ലതും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ പറയാൻ. ഒന്നുമില്ല. വീട്ടിൽ തിരിച്ചു വന്നവരൊക്കെ പറഞ്ഞു, ഒന്നുമില്ല, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ഭാര്യമാർ പറഞ്ഞത് ആരുടെ വീടാണ് ആലോചിക്കുന്നത്? ആരുടെ വീടാണെന്ന് ധരിക്കണം, പച്ചവെള്ളമേ ഉള്ളൂ എന്നാ മറുപടി കൊടുത്തത്. ഇസ്ലാമിന്റെ അഭിനവാദം മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. ആരാണ് ഇയാളെ കൊണ്ടുപോയി സൽക്കരിക്കുക? ഒരു സഹായികളെ കേട്ടപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. വീട്ടിലുണ്ടോ ആലോചിച്ചില്ല, അവർക്കൊന്നും ചിന്തിച്ചില്ല. റസൂലുള്ളാഹിന്റെ അതിഥിയല്ലേ, ഇസ്ലാമിന്റെ സഹോദരനല്ലേ എന്ന് കരുതിയാൽ എഴുന്നേറ്റ് പറഞ്ഞ് ജീവിക്കാൻ പോകുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ആ സഹോദരനെ ഏറ്റെടുത്തു. വീട്ടിലേക്ക് ജനത്തെ സഹായിയെ വീട്ടിൽ വഴിയിരുത്തി അകത്തേക്ക് കയറിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഭാര്യയോട് റസൂലുള്ളാഹിന്റെ അതിഥിയും പറഞ്ഞു, ഇന്ന് നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസമാണ്. റസൂലുള്ളാഹിന്റെ അതിഥിയെ സൽക്കരിക്കാൻ പറ്റിയ ദിവസമാണ്. ഇവിടെ വല്ലതും ചോദിച്ചു. ഭാര്യ പറഞ്ഞപ്പോ ഭർത്താവിനോട് പറഞ്ഞു, ഒന്നുമില്ലല്ലോ, മക്കൾക്ക് വേണ്ടി എടുത്തുവെച്ച 2 റൊട്ടിക്കട്ടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നും കഴിയില്ലല്ലോ. ഈ സഹാബി പറഞ്ഞു, എടുത്തുവെക്കാൻ റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. ഇസ്ലാമിലെ നമ്മുടെ സഹോദരനിലെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസമായി. അതിഥിയാണല്ലോ, അയാൾക്ക് കൊടുക്കാം. ഭാര്യ ചോദിച്ചു, കുട്ടികളെ കഴിഞ്ഞാൽ ഉടലോ നമ്മൾ എന്ത് ചെയ്യും? ഭാര്യയോട് ഇയാൾ പറയാണ്, കുട്ടികളെ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉറക്കി തീർന്നിയേ, മക്കളെ നീ ഉറക്കുക, നീ എടുത്തു വെക്കാം, ഭക്ഷണം എടുത്തു വെക്കുക. സഹാബി എന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ അക്ഷരപ്പതി അനുസരിക്കുന്ന ഭാര്യ ആ കുട്ടിക്കട്ടകൾ കയ്യിലെടുത്ത് വെച്ചു. ഈ സഹാബി പറയുന്ന ഭാര്യയോട് നീ ആ ഭക്ഷണം വെച്ചാൽ എന്റെ അതിഥിയോട് കൂടെ ഞാൻ ഒപ്പം നീക്കേണ്ടി വരും. പക്ഷെ ഞാൻ അതിഥിയിലൂടെ കഴിച്ചാൽ എന്റെ അതിഥി നമ്മുടെ സഹോദരന്റെ വേണ്ടങ്ങളില്ല, നമ്മുടെ സഹോദരന്റെ വേണ്ടങ്ങളില്ല, നമ്മൾ 2 പേരും കൂടെ കഴിച്ചാൽ. അതുകൊണ്ട് നീ ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതോടുകൂടെ നീ വെളിച്ചം അടച്ചുകളയണം, വീട്ടിനകത്തുള്ള വെളിച്ചം നീ അടച്ചുകളയണം. ഈ സ്വഹാബി ഭാര്യയോട് പറയാൻ ചിന്തിക്കണം. വാനലോകത്ത് നിന്ന് രാജാതിരാജനായ റബ്ബ് മുസ്ലിമായ സഹോദരനോട് മഹാനായ മുഹമ്മദ് മുസ്തഫ അറിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ പിറ്റേ ദിവസമാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഈ ഭാര്യയോടെ പറഞ്ഞു, വെളിച്ചങ്ങൾ അടച്ചു കളയണം. ഭാര്യ കൊണ്ടുപോയി വെച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭർത്താവും ഈ മുസ്ലിമായ സഹോദരൻ റസൂലുള്ളാഹിന്റെ അതിഥിയിൽ ഇരിക്കുമ്പോൾ ഭാര്യ വിളക്ക് കാറ്റിൽ അണഞ്ഞ പോലെ തോന്നി. 2 പേരിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്.
സഹായിക്കും വല്ലാത്ത രക്ഷപ്പെട്ടു. എന്റെ മുസ്ലിമായ സഹോദരന്റെ രക്ഷപ്പെടുകയാണ്. ഭക്ഷണം ആ കഴിക്കുന്ന പോലെ ആഗ്രഹിച്ചു. ഈ ഭക്ഷണം മുഴുവൻ എന്റെ സഹോദരനോട് കഴിച്ചു. രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങി. കുട്ടികൾ ഉണർന്നപ്പോൾ സഹായിയുടെ ഭാര്യ കുട്ടികളെ പലതും പറഞ്ഞ് ആട്ടിയുറക്കി. ആ വീട്ടിലുണ്ടായിരുന്ന ഈ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും പട്ടിണി കിടന്നു. മുസ്ലിമായ തന്റെ സഹോദരന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ സഹോദരന് ഈ ഭക്ഷണം കൊടുത്ത ആ സഹോദരന്റെ വയറ് വളർന്നു. 4 പേര് 5 പേര് കിടന്നുറങ്ങി. പതിനാപതിയുടെ സുഖനിയുടെ ഈ സഹായിയും തന്റെ മുസ്ലിമായ അതിഥിയായ സഹോദരൻ എഴുന്നേറ്റു. 2 പേരും മധുവാന മദീനാപള്ളിയിലേക്ക് ചെന്നു. നമസ്കാരം കഴിഞ്ഞോ? സുബഹി നമസ്കാരം കഴിയുന്നതോടുകൂടെ നിങ്ങൾ ഇന്നലെ അതിഥിയെ പറഞ്ഞേക്ക സഹാബിയില്ലേ? ആ സഹാബിയോട് പറയാനുള്ള സുഹൃത്തുക്കൾ അയാളയായ ഭാര്യയും മുസ്ലിമായ അതിഥിയോട് കാണിക്കുന്നതും രാജാതിരാജനായ അന്തോഹം ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങ് പറയാൻ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഇന്നലെ ഈ മുസ്ലിമായ നിങ്ങളുടെ അതിഥിയോട് കാണിച്ചത് റബ്ബ് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടം. ഈ ബന്ധത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന എന്തും ഈ ബന്ധത്തിന്റെ പേരിൽ ചെയ്യുന്ന എന്തും റബ്ബിന് വല്ലാത്ത ഇവിടെ മുസ്ലിമായ സഹോദരനെ കണ്ടു. എന്റെ റബ്ബിന്റെ ദീനിന്റെ പേരിലുള്ള എന്റെ സഹോദരൻ എന്നെ ദീനിൽ നിങ്ങൾ സലാം ചൊല്ലിയപ്പോഴും സലാം അറിയുന്നത് നിങ്ങൾ സലാം ചൊല്ലിയാൽപ്പോഴും റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ശ്രീ മുഹമ്മദ് സാറിന്റെ ഒരു പുസ്തകം ഞാനത് പരിചയപ്പെടുത്തില്ല. സംഘാടകന്റെ ചിരി. നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയത്തിൽ അങ്ങനെ ഞാൻ എത്തൂല. സംഘാടകന്റെ ചിരി എന്നറിയപ്പെടുന്നു. മുസ്ലിമിന്റെ ചിരി നല്ല വിഷയം. സംഘാടകൻ ചിരിക്കണം, മുസ്ലിം ചിരിക്കണം. ഞാൻ എടുത്തോ നോക്കട്ടെ. നമ്മൾ പറയുന്നു മുസ്ലിം ചിരിക്കണം. നിങ്ങൾക്ക് ചിരി അങ്ങനെ ചിരിക്കാതെ നിങ്ങൾക്കൊന്നും ചിരി ചിരിച്ച പൈസ ആരോട് ചിരിക്കണം? തന്റെ മുസ്ലിമായ ഏത് സഹോദരനെ കാണിച്ചു ഒരു മുടക്കില്ല. പക്ഷെ താനാക്കുമ്പോ കുറച്ച് കലൂരി പോലും മനസ്സിലാക്കണ്ട. ചിരിക്കണം. മുസ്ലിമായ സഹോദരനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്ന എന്തും മാത്രമല്ല, ഈ സ്നേഹബന്ധം ശക്തമാനാവർത്തമായ എല്ലാ നടപടികളും വിശുദ്ധത്തിൽ സ്വീകരിച്ചതായി കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നേതാണ് മഹാനായ കേരളക്കാരുടെ തീരെയില്ലാത്ത എന്റെ നാട്ടിൽ ഒരു മുഹമ്മദ് സലാം ആൾക്കാർ സലാം വരുന്നിരിക്കുകയാണ്. എന്താ ഇവർ കൂടുതൽ സലാമില്ല ആളാണ്. അപ്പൊ ആൾക്കാർ അവർക്കറിയാം അതാ സലാം വരുന്ന കുടിക്കുന്നത്. പുണ്യതി വിഷയത്തിൽ പറഞ്ഞ എല്ലാവരും സലാം മുസ്ലിമായ എന്റെ സഹോദരനാണോ ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞ് എല്ലാവരും സലാം ചെല്ലണം. سيدنا أبو هريرة رضي الله عنه يقول في المهدي في حديث القرآن قال رسول الله صلى الله عليه وسلم كما مسلم لا تدخلوا الجنة حتى تؤمنوا. ആരും മുഅ്മിനാവാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. മുഅ്മിനാവാതെ ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. എന്തിനാണ് എന്നിട്ട് പറഞ്ഞോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾ മുഅ്മിനാവില്ല. ആരെ സ്നേഹിക്കുന്നവരെ? ഭാര്യയെ സ്നേഹിക്കുന്നവരല്ല. ഭാര്യയെ സ്നേഹിക്കുന്നവരെ ഉമ്മാനെ സ്നേഹിക്കുന്നത് അയാളുടെ വാപ്പാനെ സ്നേഹിക്കുന്നത് അയാളുടെ വാപ്പായിട്ടുള്ള വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നത് അയാളുടെ വാപ്പയുടെ മകനായിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം ഒരിക്കലും ഇടപെടാത്ത രീതിയിലുള്ള പിരിഞ്ഞു പോകാത്ത രീതിയിലുള്ള സ്നേഹബന്ധം നിങ്ങൾ സ്ഥാപിക്കുന്നവരെ
നിങ്ങളിൽ ആരും യഥാർത്ഥ മുസ്ലിമാവുകയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ സലാം നിങ്ങൾ വ്യാപകമാകുക. നിങ്ങൾ സലാം വ്യാപിപ്പിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ പരസ്പരം സലാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം ശക്തമാകുമെന്ന് അങ്ങനെ സ്നേഹബന്ധങ്ങൾ സലാം വ്യാപിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ജന്നത റബ്ബിക്കും ബിസലാം. അവസാനം മാത്രമേ ഞാൻ ജന്നത റബ്ബിക്കും ബിസലാം. സമാധാനത്തോടെ നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ സലാം ചെയ്യുന്നതോടുകൂടെ മുസാഫഹ ചെയ്യുക. കൈ പിടിക്കുക. കൈ ഞാൻ കൊടുക്കുന്നു. ഈ കൊല്ലത്തെ റമദാൻ മുമ്പത്തെ കൊല്ലത്തെ റമദാൻ വർഷത്തിൽ നോമ്പ് തുറന്ന് ഒരു പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ മറന്നു കൊടുക്കുക. അപ്പൊ പള്ളിക്ക് ചോറിൽ തന്നെ നിർത്തുന്നുണ്ട് ഒരാൾ. നമ്മളെ പോലെ തലക്കെട്ട് വീട്ടിൽ പുസ്തകം കണ്ട് ഉസ്താദം ഞാൻ എനിക്ക് തോന്നണം. ഞാൻ അസ്സലാമലൈക്കും എപ്പോഴും മറക്കില്ല. എനിക്ക് തോന്നി ചോദിക്കില്ല. കുറച്ചുകൂടി ഓർക്കുന്നില്ല. അസ്സലാമലൈക്കും കൈ കൊടുക്കുമ്പോൾ കൈ തരാൻ ഇന്നലെ നമ്മളെ കഴിവ് സൂചിപ്പിക്കാനൊക്കെ പറഞ്ഞതാണ്. അപ്പൊ എന്താ കൈ ചേരുമ്പോൾ കൽബ് ചേരുന്നുണ്ട്. നിങ്ങൾ മുസാഫഹ ചെയ്യണം. എന്തിനാണ് നമ്മൾ മുസാഫഹ ചെയ്യുന്നത്? അല്ലാഹു കിട്ടാൻ. ഈ സ്നേഹബന്ധം രൂപമൂലമായി നിലനിർത്തുന്നതിനാണ് മുസാഫഹ ചെയ്യണം. എന്താ മുസാഫഹ ചെയ്താലുള്ള പ്രതിഫലം? നിങ്ങൾ പരസ്പരം കണ്ടുപിടിച്ച തരാശരീരത്തിൽ നിങ്ങൾ മുസാഫഹ ചെയ്യണം. എന്താ ഈ ബന്ധം ഉലച്ചു പോകാൻ പാടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ കഴിയുമ്പോൾ വിദ്വേഷത്തിൽ പോകും. നിങ്ങൾ ഹദിയ കൊടുക്കണം. എന്നാൽ സ്നേഹം ഉണ്ടാവും. ഹദിയ കൊടുക്കണം, സ്നേഹം ഉണ്ടാവും. പിന്നെയോ അല്ലാഹുവിന്റെ ഹദീസ് പറയാൻ വെറുപ്പ് ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാകും. മുസാഫഹ ചെയ്യാനുള്ള പ്രതിഫലം ഇന്നൽ മുസ്ലിം അവരാക്കുന്ന ഹദീസിൽ മുസ്ലിം ഇനാലക്കയ അഹാഹു മുസ്ലിമായ സഹോദരനെ കണ്ടു. ആ കൈയിലൂടെ അവർ രണ്ടുപേരുടെയും ദോഷങ്ങൾ പൊഴിഞ്ഞു കൊണ്ടിരിക്കും. രണ്ട് മുസ്ലിങ്ങൾ കണ്ടിട്ട് അവരുടെ കൈയ്യൊന്ന് പിടിക്കാൻ അവർ പരസ്പരം കൈ കൊടുത്ത് മുസാഫഹ ചെയ്താൽ അവർ രണ്ടുപേരുടെയും പാപങ്ങൾ എങ്ങനെ പൊഴിഞ്ഞു വീഴും. ഇതുപോലെ ഉണങ്ങിയ വൃക്ഷത്തിൽ എന്ന ഇലകൾ പൊഴിഞ്ഞു വീഴുന്ന പോലെ വൃക്ഷം തന്നെ പറഞ്ഞു. ഉണങ്ങിയ വൃക്ഷം, ഉണങ്ങിയ വൃക്ഷവും പച്ച വൃക്ഷം നമ്മൾ വ്യത്യാസമാണ്. വൃക്ഷം കാണണ്ടേ? അല്ലെങ്കിൽ ഉണങ്ങിയത് കണ്ടിട്ടുണ്ട്. അത് പച്ച കാണുന്നത് ഉണങ്ങി തന്നെ ബംഗാളിൽ നിന്ന് വെട്ടി പോവാണ്. ഗാലിലോ കേരളക്കാരൊക്കെ നാരായണ എന്താ ഉണങ്ങിയ വൃക്ഷവും പച്ച വൃക്ഷവും തമ്മിലുള്ള വ്യത്യാസം? ഉണങ്ങിയ പച്ച വൃക്ഷത്തിന് ഇല അങ്ങനെ പൊടിയില്ല. ഉണങ്ങിയ വൃക്ഷത്തിന് ഇല കുഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മുസാഫഹ കൈ പിടിക്കുന്ന സമയം മുഴുവൻ പാപങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഞാൻ മുഹമ്മദ് മുസ്തഫ രണ്ടാം തരാൻ ചെയ്യണം. മുസാഫഹ ചെയ്യണം. ഇതാ സ്നേഹബന്ധം പുലർത്തുകയാണ്. മാത്രമല്ല മുസാഫഹ ചെയ്ത് നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം. എന്താ പറയാ? മേലിന്റെ വിലയുമായ സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും കൊടുക്കുമെന്ന് ഏത് സംഗതികളും ഞാൻ ഇത് പറഞ്ഞ് തീർന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാം. സമയം കൊണ്ട് നമുക്ക് മതിയാവുകയില്ലാതെ ഞാൻ കളിപ്പിക്കാം. ഒരുപാട് കാര്യം പറയും.
ഏറ്റവും അവസാന കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഏത് അടിക്കറിട്ട് നോക്കിയാലും ഈ ബന്ധം പരസ്പരം വിളക്കി ചേർക്കാൻ ആവശ്യമായിട്ട് ഏറ്റവും അവസാനങ്ങളിൽ മനുഷ്യന്റെ ഖബറിൽ പോകുന്നത് അവസാനം മനുഷ്യന്റെ ഖബറിലേക്കാണ് പോകുന്നത്. നാൽപ്പത് മുന്നിങ്ങളായ സഹോദരങ്ങളായിട്ട് മനുഷ്യൻ ശരി ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിതത്തിൽ ഏറ്റവും ചുരുക്കിയത് 40 മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായ ആളുമായി ബന്ധം സ്ഥാപിക്കണം. ആരുടെ താല്പര്യം അള്ളാഹുവിന്റെ ചിലർക്കറിയില്ലേ മറ്റൊരു കാര്യത്തിലറിയില്ല ഈ മൈൻകാർക്ക് പറയാൻ അത് ശരിയാക്കുന്നില്ലേ ആദ്യം പാർട്ടിയാകും അങ്ങോട്ട് പേർക്ക് ആദ്യം പാർട്ടിയാകും പിന്നെ റസൂലുള്ളാഹിന്റെ സ്വലാത്തിൽ നിങ്ങളുടെ സ്വലാത്തില്ല പിന്നെ മൂന്നാമത്തെ ശേഷം അള്ളാഹുവിന്റെ തീരുമാനമെന്താണ് 40 മുഅ്മിനീങ്ങളായ ആളുകളിൽ ഒരു മുസ്ലിമിനെ മയ്യത്തുനിസ്കരിക്കാൻ അള്ളാഹു പുറത്തു കൊടുക്കാമെന്നല്ല അള്ളാഹു കൊടുക്കുന്നതാണ്. ഒരു 40 മുസ്ലിമായ മുഅ്മിനായ ആളുമായി ജീവിതത്തിൽ സ്നേഹബന്ധം സ്ഥാപിക്കാതെ മുസ്ലിമെ നമുക്ക് കഴിഞ്ഞില്ലേ? നമ്മൾ അള്ളാഹുവിന്റെ ഭൂമിയോട് ആകാശത്തിന് ചുവട്ടിൽ ജീവിക്കുന്ന റബ്ബിനേറ്റവും കൊടുക്കുന്ന ആളാണ്. എന്റെ സഹോദരനോട് പറയാം, മരിക്കാലത്ത് മതി നിശ്ചയിക്കാൻ പറ്റാവുന്ന സ്വന്തമാകണം നിങ്ങൾക്കുള്ള മുഴുവൻ സംഭവം. ശരിക്കാൻ പറ്റിയാൽ മാത്രം പോയാൽ ആ നിശ്ചയിച്ച അല്ലാഹുവും എന്റെ സുഹൃത്ത നീ പുറത്തു കൊടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ പടച്ചിറപ്പ് കബൂൽ ചെയ്യാവുന്ന 40 ആളുകളുമായി വാട്സപ്പിനെ ഉപയോഗിക്കുന്നതിന് ഫേസ്ബുക്കിനെ ഉപയോഗിക്കേണ്ടതിന് കിത്തന ഫസാദുകളുടെ പറയുമ്പോൾ കിത്തന ഫസാദുകളുടെ ഫേസ്ബുക്കുകളാകരുത് വാട്സപ്പുകളാകരുത്. എന്റെ പ്രിയമുള്ള സഹോദരൻ അള്ളാഹു തന്നെ മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തിലേക്കുന്ന ഏത് ചെറിയ ക്ഷതം പോലും അള്ളാഹു വളരെ ഗൗരവമുള്ളതായി കാണാറുണ്ട്. നമ്മൾ ആദ്യം ബന്ധത്തെ ഒന്നിച്ച് സാധിക്കരുത്. ആ ആയത്തിന്റെ ബന്ധത്തിന് കേടുവെക്കുന്ന എല്ലാം ശക്തമായ വാക്കുകളാണ് അള്ളാഹു കൊടുത്തത്. ഈ ബന്ധത്തിന് കേടുവെക്കുന്ന എന്തൊക്കെയാണോ അത് മുഴുവൻ അള്ളാഹു പറഞ്ഞു ലഭിച്ചത് വല്ലാത്ത വെറുപ്പം രീതിയിലാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഞാൻ ആയതൊന്നും ഉദാഹരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കൊണ്ടു പോകുന്നില്ല. ഒരു മനസ്സ് കൊടുക്കുന്നു ചെയ്യാൻ നമുക്ക് അള്ളാഹു ചെയ്യട്ടെ. പറഞ്ഞത് ഇന്നലെ സഹോദരങ്ങളാണ് സഹോദരങ്ങളുടെ ഉണ്ടാക്കണം. നിങ്ങൾ എന്തിനെല്ലാം ഭിന്നിപ്പിക്കാനില്ല, ഭിന്നിപ്പിക്കാൻ എല്ലാം നിങ്ങൾ ശ്രമിക്കേണ്ടത് ഒരുമിച്ചെടുക്കുന്ന മഹലത്ത് അവരെ കൊണ്ടുപോയി ഭിന്നിപ്പിന്റെ ഇട്ടുപാടുക എന്നത് പടച്ചുറപ്പിൽ ഇഷ്ടമില്ലാത്തതാണ്. വളരെ ഗൗരവത്തിൽ പറയാം. അങ്ങനെ എന്തുകൊണ്ട് ഇന്നത്തെ തീക്ഷണമായി പരിചരണങ്ങളിൽ നിന്ന് ഇസ്ലാഹില്ലാന്നുകൊണ്ടാണ്. ഇസ്ലാം ഉണ്ടാകാനില്ല. പിന്നെ ഇതിനെ ചിന്തിപ്പിക്കാം. പിന്നെയും എന്നുള്ള സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സുഖമുണ്ടാകാൻ അല്ലാഹുവിന്റെ റഹ്മത്ത് വലിയ മുസ്ലിങ്ങൾ ജീവിച്ചു നിൽക്കുന്നിടത്ത് റഹ്മത്ത് ഉണ്ടാവില്ല. പ്രശ്നമൊക്കെ ഒന്നിപ്പിക്കണേ എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അതെന്നാണുള്ള അത് സ്വഹാബികളോട് പറയാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ വരികയാണ്. വരുമ്പോ 2 സ്വഹാബികൾ തമ്മിൽ അടിച്ചുകൂടി റസൂലുള്ളാഹിമാർ അഭിനന്ദിച്ചുകൂടി. ഒന്നിരിക്കേണ്ട സ്വഹാബികളോട് വന്നിട്ട് പറഞ്ഞു, സഹാബാ അത് എണ്ണാറ്റങ്ങളെല്ലാം ലക്ഷമായ ജീവിതത്തിൽ എണ്ണാമെന്ന് എനിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായി. സ്വഹാബാ ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടി വരുമ്പോഴാണ് നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാളുകൾ അടിപിടി കൂടിയത്. അപ്പോഴേക്കും മറപ്പിക്കപ്പെട്ടു പോയി. സഹാബാക്കളോട് എന്റെ ഹിമ്മത്തിലുണ്ടാകുന്ന അടിപിടി ഭിന്നിപ്പ് വെറുപ്പ് വിശേഷമല്ല റബ്ബിന്റെ റഹ്മത്ത് ഉയർന്നു പോകാൻ കാരണമാകുന്നതാണ്. കാരണമെന്നാൽ അവരിലെ ഇബാദുകളെ അവരിൽപ്പെട്ട വലിയ വലിയ ആളുകളാഹു അള്ളാഹുവിനെ കൊണ്ട് പരീക്ഷിക്കും. എടുത്തുകൊണ്ട് പരീക്ഷിക്കാനാണ്.
ആ പരീക്ഷണമാണ് ഷുഗർ എന്ന് പറയുന്നല്ലോ. നല്ല വിഷമുണ്ട്, വിചാരിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാം, വിചാരിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാം, വിശക്കുന്നില്ല, വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഇടിയുന്നത് അതിനോട് കടക്കുന്നില്ല. റബ്ബിന്റെ റഹ്മത്ത് അല്ലാഹു പിൻവലിച്ചു പറയുന്നത്. ഈ ബന്ധത്തിന് വിഘ്നമാകുന്ന, ഈ സ്നേഹബന്ധത്തിന് തടസ്സമാകുന്ന എല്ലാ പിന്വരെയും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ ഇല്ല എന്ന് ചെയ്യുന്നത് പറയാൻ കഴിയുന്നില്ല. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكون خيرا منهم. നിങ്ങൾ പരിഹസിക്കരുത്, പരിഹാസം നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് പറയുന്നു. അല്ലോ ചില ആൾക്കാരുടെ സമാധാനത്തിന് പരിഹാസമാണ്, പരിഹസിക്കുന്നു. തമാശകൾ പറയും, തമാശക്കല്ലേ ചെയ്യും. സ്നേഹബന്ധമില്ല, ചോർന്നു പോകുന്ന ഖുർആൻ തമാശക്ക് പോലും ചെയ്യരുത്. لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكون خيرا منهن ولا تلمزوا أنفسكم. നിങ്ങളുടെ ന്യൂനതകൾ എടുത്തു പറയരുത്. ന്യൂനതകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഭൂമിയിലുള്ള ആളുകളാകുമ്പോൾ എപ്പോഴും സാധ്യത കൂടുതലാണ്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് മാറ്റി വയ്ക്കാൻ പറയും, അവരുടെ സ്വന്തമല്ലേ, സ്വന്തമായ തീരെ പറയാൻ പാടില്ല. നമ്മൾ തീരെ പറയാൻ പാടില്ല. നിങ്ങളുടെ അരിവുകളിൽ ന്യൂനതകളിൽ എടുത്തു പറയരുത്. കല്യാണത്തിന്റെ വീട്ടിൽ കണ്ണൂർ ജില്ലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനൊരു കല്യാണത്തിന് മംഗലപുരത്തിലേക്ക് കയറുമ്പോൾ വലിയൊരു സാധാരണ വലിയ ബസ്സൊക്കെ വാഴുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഇലക്ഷനുകളാണ്. മംഗലപുരത്തിനൊരു വലിയൊരു എവിടെ ചോദിച്ച ചെറുപ്പകാലങ്ങളിൽ ചെയ്ത എല്ലാ കുറ്റു എഴുതിച്ചായിരുന്നു കൈവരിച്ചു തന്നു. ഇന്ന അഹ്റാജിന്റെ ബന്ധപ്പെട്ടുള്ള 50 ഇറങ്ങി വെച്ച് നമ്മൾ പല പലയായി പിടിച്ചത് നീയും അന്നമില്ലേ, നീയും അന്നല്ലേ. നിങ്ങളുടെ അരിവുകൾ നിങ്ങൾ എടുത്തു പറയരുത്. പിന്നെയോ നിങ്ങൾ പേരുകൾ വിളിക്കരുത്. പേരാണ് മനസ്സിലായി. ഇരട്ട പേര്, ഒറ്റ പേരാണ്. ഇരട്ട പേരാണ്. അത് 2 പേരിലേക്ക് ഉണ്ടാവും, 12 ഉണ്ടാവും. ഇതിന്റെ പേര് ഉത്തമമാണ്. എന്നാൽ ഇതിന്റെ വേറെ പേര് ഉച്ചരിക്കില്ല. മഹാനായ മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെ 1, 2, 3, 4 പേരൊക്കെ 4 പേരൊക്കെ. അപ്പൊ ചില സഹാബികൾ ചിലപ്പോൾ ആ പേര് പറയുമ്പോൾ പറഞ്ഞത് ആ പേര് അയാളെ വിളിച്ചായിട്ട് വിളിച്ചതാണ്, ആ പേരായിട്ട് വിളിച്ചാണ്. അബൂ ഹുറൈറ വിളിച്ചതിന്റെ വാക്കാണ്. പക്ഷെ മൂപ്പരുടെ പേര് അബ്ദുറഹ്മാൻ, പക്ഷെ മൂപ്പരുടെ വിളിക്കുന്ന ഇഷ്ടമാണ്. പൂച്ചന്റെ വാപ്പാണ് മോളും പ്രശ്നമല്ലേ, കുഴപ്പമില്ല. എത്ര പേരുണ്ട്, ഇന്ന പേരൊക്കെ ഇഷ്ടം, ഇന്ന പേരായിട്ട് വിളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോഴാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിക്കാൻ പാടില്ല. അത് നിങ്ങൾക്കുള്ള സ്നേഹബന്ധത്തെ പുറത്തുകളയാൻ ഇടവരും. അതേപോലെ സൂചിപ്പിച്ചു പോകുന്നത് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ പരസ്പരം ഊഹിക്കാൻ പാടില്ല. ഊഹിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റൊരു സഹോദരനെ കുറിച്ച് ചിന്തിക്കുക. നമ്മളാണ് കയറി വരുമ്പോൾ ദുഃഖമായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ എന്റെ തുണി പറഞ്ഞു കൊടുക്കാൻ പോയതായിരിക്കും. അടുത്തയാഴ്ച ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ വോട്ട് പിടിക്കാൻ പോയതായിരിക്കും. ഊഹിക്കുകയെ ചെയ്യരുത് നിങ്ങൾ. പറയാൻ ഇന്ന മുസ്ലിമായ സഹോദരനെ കുറിച്ച് നീ ഒരിക്കലും ഊഹിക്കരുത്. അങ്ങനെ ഊഹം നീ മുസ്ലിമായ സഹോദരനെ കുറിച്ച് നല്ലതെന്നാണ് ഊഹിക്കാൻ പാടില്ല. മഹാനായ പറയാനില്ല
യാതിമാപ്പുള്ളി ഉമ്മതി 3 കാര്യങ്ങൾ അതിന്റെ സമുദായത്തെ പിടികൂടുന്നതാണ്. എത്ര അവരിൽ നിന്ന് മാറ്റി കഴിച്ച് പറയാൻ ശ്രമിച്ചാൽ അത് വായിക്കാൻ കഴിയില്ല. 3 കാര്യങ്ങൾ യാതിമാപ്പുള്ളി ഉമ്മതി എന്നറിയ പട്ടി ലക്ഷണം നോക്കുക. പട്ടി ലക്ഷണം ചില തന്നെ കയ്യൊക്കെ നോക്കി കുറച്ചുനാളും തോന്നമാറും എന്നിട്ട് പറയും ജനം വിശ്വാസമില്ല. എന്നാലും വെറുതെ ഓരോ പ്രതികളല്ലേ വെറുതെ ഓരോരുത്തർ ഓട്ടം തെളിയിലാണ്. അത് വളരെ മനസ്സിലാക്കും. അതേപോലെ പട്ടി ലക്ഷണം നോക്കുക. തത്തയോട് കാത്തിരിപ്പില്ല. തത്തയായ വാഴ് പറഞ്ഞു ഉന്നയിൽ പറയാൻ എത്ര എന്റെ സമുദായം പുരോഗമിച്ചാൽ ഈ രീതിയിലുള്ള അന്ധവിശ്വാസം അവരിൽ ഉണ്ടാകും. അപ്പൊ ഇന്നതിങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ രീതിയിൽ ആധുനിക രീതിയിലേക്ക് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവുന്നതാണ്. 1, 2 അസൂയ എന്റെ സമുദായത്തെ ബാധിക്കുമെന്ന് സാധാരണ രീതിയിൽ പറയുന്നത് വേറെ കണ്ടിരിക്കാൻ വലിയ അസൂയ മുസ്ലിങ്ങൾക്കിടയിൽ എന്റെ സമുദായത്തിൽ പിടികൂടും. പലതരം മോശമായ ധാരണകളുണ്ടാകുന്ന ഉന്നതി ഉണ്ടായാൽ അത് അയാളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരാളോടൊക്കെ അസൂയ തോന്നിയാൽ നീ അപ്പം എന്ന് പറയണം. ഒരാളോട് വെറുതെ അസൂയ അയാൾ എന്റെ വീട്ടിലായാലും വീടിന്റെ മത്സ്യത്തിന് ബാങ്കിലെ പോകത്തില്ലേ? അല്ലേ ഉണ്ടാകെ അനുഭവപ്പെടണം. അനുഭവപ്പെടണം. ഇവിടെ ഇങ്ങനെ പുകച്ചിന് തീക്കൽ എഴുതുന്നത് പോലെ മറിയുന്ന പോലെ ഒരാളോടും അസൂയ തോന്നിയാൽ ഊഹം തോന്നിയാൽ നീ ഒരാളെ കുറിച്ച് ഊഹിക്കാൻ തുടങ്ങിയാൽ പറയാത്തതാണ്. ആ ഊഹിക്കുന്നതൊന്നും ശരിയാണെന്ന് നീ വിചാരിക്കാതിരുന്നാൽ മതി. നീ ഉറപ്പിക്കരുത്. വൈകാൻ നീ പച്ചരക്ഷണം നോക്കിയാൽ നീ അങ്ങനെ ചെയ്തു നോക്കുക. അതിന് വിശ്വസിക്കണ്ട. നീ ഉദ്ദേശിക്കാതെ ചെയ്തോ. തവക്കൽ നിന്റെ കാര്യത്തിലേക്ക് വിസ്മയം ചെയ്ത് കടന്നോ എന്ന് എഴുതിയാണ് പറയാൻ തന്നെ എന്റെ സമുദായത്തെ പിടികൂടുന്നതാണ്. ഈ ഊഹമുണ്ടാകുമ്പോൾ അവിടുത്തെ സ്നേഹം ഇല്ലാതെയായിരിക്കും. അതുകൊണ്ട് ഇത് ഊഹിക്കാൻ പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നുണ്ടാകാൻ നിങ്ങൾ തിയേരി പണിയെടുക്കരുത്. ഈ രാജ്യത്തിന്റെ തിയേരി അത് സുരക്ഷപ്പെടുത്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ മുസ്ലിമായ സഹോദരന്റെ രഹസ്യങ്ങൾ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് കാണുകയോ അറിയുകയോ രഹസ്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുകയോ അവിടെ പോയിട്ട് ചെയ്യാം. അവിടെ പോയിട്ട് അതെല്ലാം സമൂഹത്തിൽ വിളിച്ചു പറയാം. നിങ്ങൾ പരദൂഷണം പറയരുത്, വലീപത്ത് പറയരുത്. ഒരാൾ ചോദിച്ച് ഞങ്ങൾ അയാൾ പറയുമെങ്കിലോ അതിനെഴുപത് അവർ ഒരാൾ ഞങ്ങൾ അയാൾ ഇല്ലാത്ത പറയുമെങ്കിലോ അത് പച്ചക്കള്ളമാണ്, അമ്പൻ കള്ളമാണ്. സ്നേഹത്തിന് വിരുദ്ധമാകുന്നത് എന്തൊക്കെയുണ്ടോ മുഴുവൻ ചെയ്യാൻ വിചാരിച്ചു. കൊലപാതകം ചെയ്യരുത്. ഞാൻ കൊടുക്കുന്നില്ല. കൊലപാതകം ഒരാളെ കൊന്നാലും കൊന്നില്ലെങ്കിൽ അല്ല ഉദ്ദേശിക്കാൻ വേണ്ടിയല്ലേ. പക്ഷെ കൊലപാതകം തലമുറകളായുള്ള ദ്വേഷം വരുത്തും എന്നതുകൊണ്ട് കൊലപാതകത്തെ അല്ലാഹു നിരാകരിച്ചു. നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ പോയതിനു മുമ്പ് ഫോണിൽ ലാൻഡ് ഫോണിന്റെ ക്യാമറകളൊക്കെ ഓടുന്ന ചെയ്യുന്നവർ ചാടിയിടാറ്. തമിഴ്നാട്ടിലെ ആളുകളെ പണിക്കില്ല. മൊബൈൽ കണ്ടെത്തിയത് അള്ളാഹു അനുഗ്രഹിച്ചത്, അല്ലെങ്കിൽ വേറെ ആളുകൾ കേരളക്കാർ വീട്ടിലാവും. അവിടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ടൗണിനെ വിളിച്ച് ഒരു ടൗണിനെ വിളിച്ചിട്ട് അണ്ണന്മാർ കൊട്ടുമ്പോൾ പിക്കാസ് മുഴുവൻ പോയി വീഴുന്നത് ഓരോ കൊച്ചിനും ഓരോ കുട്ടിങ്ങനെ
അപ്പൊ എന്താ ഓരോ കുപ്പി ഇട്ട് കുപ്പിയൊക്കെ തകരാണ്. അപ്പൊ ഈ കടക്കാരൻ മറ്റൊന്നെ ചെയ്തത് ഇവരെന്താ ചെയ്തത്, ഇവരാകെ പറഞ്ഞു പോകുന്നതും ചെയ്യുന്നു. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് വലിയ പ്രശ്നം ബുദ്ധിമുട്ടായി പോയി പറഞ്ഞ് അയാളെ തിരിച്ചു ചെയ്തില്ല. അപ്പൊ ഇയാൾ പിന്നാലെ ചുരുക്കി പറഞ്ഞ കടയുടെ മുമ്പിൽ പോകാൻ കടലിന്റെ കുട്ടികൾ എന്താ മാരണം സ്വഭാവം സ്നേഹബന്ധമറ്റു പോകും. പരസ്പരം വിദ്വേഷം എന്തൊക്കെ ഈ സ്നേഹത്തിന് വിരുദ്ധമാണോ അതുപോലെ അതുകൊണ്ട് ഈ സ്നേഹബന്ധം നട്ടുപോകാതെ നിലനിൽക്കുക എന്നത് അള്ളാഹു നമ്മളെ ഇതിന്റെ ദൗത്യമാണ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ. അദ്ദേഹങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാഹ്. ആണുങ്ങളൊക്കെ ഉപമാനത്തെ അവിടെ തന്നെ ഇരുന്നു. sallallahu alaihi wasallam sallallahu alaihi wasallam Allahumma salli ala Muhammad rabbi salli alaihi wasallam. Alhamdulillah നമ്മൾ സദസ്സിനുള്ള ആഘോഷിക്കട്ടെ. ദുആ ബർക്കറബിയോട് ദുആ ചെയ്യാൻ സഹോദരങ്ങളിൽ നിന്ന് ഒരു സഹോദരന്റെ അസുഖം സുഖപ്പെടാൻ ഉമ്മാക്കും ഉപ്പാക്കും സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അസുഖമുണ്ട്. ആ കുട്ടിയുടെ അസുഖം സുഖപ്പെടാൻ ദുആ ചെയ്യും. റഹ്മുറഹീമായ രോഗമുള്ള മുഴുവനാണ് രോഗം എന്നുള്ള സുഖപ്പെടുത്തട്ടെ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണം.